ഹലോ ഗൈസ്, തൊപ്പി ഫയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുണ്ടന്നൂർ ഗ്യാങ്. അപ്പം തൊപ്പി കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് വന്ന് മമ്മുവും അതുപോലെ തന്നെ ഷമീറിന്റെയും ഷേക്കടി പരിപാടി എക്സ്പോസ് ചെയ്തു. എന്നാൽ ഇപ്പോൾ തൊപ്പിയുടെ ഷേക്കടി ഷമീർ എടുത്തിട്ടിരിക്കുകയാണ്. ഇത് നീമാരുടെ വീട് വല്ലതും എടുക്കുവാണെങ്കിൽ പെയിന്റ് അടിക്കാത്ത വീട് എടുത്താൽ മതി. എന്തിനാ വെറുതെ പെയിന്റ് അടിക്കുന്ന പൈസ കളയുന്നത്? നീമാര് തന്നെ ശരിക്കും ഇങ്ങനെ പെയിന്റ് അടിക്കുന്നുണ്ടല്ലോ. ഇവന്മാര് മറ്റേ പുരാതന മനുഷ്യന്മാരാണ്. ആ വീട്ടിനുള്ളിൽ ഇവന്മാർ ആരും തുണി എടുക്കാറില്ല. അതായത് ഇത് ഇവന്മാർ ഇങ്ങനെ നടക്കുന്നതെന്നാണ് ഇവന്മാർ പറയുന്നത്. ഈ രണ്ടവന്മാരുടെയും ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യവനെയൊന്നും ഈ ജില്ലയിലല്ല ഈ പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്തവന്മാരാണ്. അത്രയ്ക്ക് പിഴകള്. MRC ഗ്യാങ് അല്ല, ഇത് കുണ്ടന്നൂർ പിഴച്ച ഗ്യാങ്ങാണ് ഇത് ഇവന്മാരുടേത്. അയ്യോ, ഇങ്ങനെ ഉണ്ടോ അപരാധി മക്കള്? ഇതിനകത്ത് തൊപ്പിയും കണക്കാ, യവന്മാരും കണക്കാ. യവന്മാര് എല്ലാവന്മാരും ഒന്നിനൊന്നിനും മെച്ചം. ഞാൻ ഇന്നലെ എന്ത് പാടേ പറഞ്ഞത്? ഞാൻ ഇന്നലെ പറഞ്ഞ അതുപോലെ തന്നെ വന്ന ഇതിനകത്ത് പെണ്ണ് കേസും വരുമെന്ന് ഞാൻ പറഞ്ഞോ. ഇന്ന് വന്ന്, ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളു. ഇനി ഗർഭം കലങ്ങിയതും പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തത് ഇനി എല്ലാം എണ്ണവും വരും. ഇന്ന് പെണ്ണ് കേസ് അടക്കം തൊപ്പിയുടെ പൊങ്ങി വന്ന്. ഇനി തൊപ്പി വന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ പെണ്ണ് കേസ്, ഇവന്മാര് പിടിക്കാൻ പോയ ഐറ്റങ്ങളെല്ലാം വരും. ഇന്ന് ഷമീർ വീഡിയോ തുടക്ക സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് തൊപ്പിയെ കല്ലെറിയും. അതുപോലെ തന്നെ ഇത് അവന്റെ പെങ്ങള്, അവന്റെ കാമുകി, അവന്റെ ഉമ്മ, അവരുടെ വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ കുണ്ടനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. എന്തോ വലിയ ബോംബൊക്കെ പൊട്ടിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വലിയൊരു ബോംബ് പൊട്ടിയോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പി പഴയാന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് അതിന്റെ അപ്പുറത്തോട്ട് പ്രൂവ് ചെയ്യാൻ ഇവന്മാർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഹനാൻ ഷാന്റെ കൂടെയുള്ള ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞ ഒരു കാര്യമൊക്കെ എടുമാരെ പറയുന്നുണ്ടായിരുന്നു. അതിലോട്ടൊക്കെ വരാം. അപ്പൊ ഷമീർ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്തത് അവന്റെ കാമുകിക്ക് വേണ്ടിയിട്ടാണ്. അവനൊരു ഗുണ്ടനല്ലെന്ന് കാമുകിയുടെ മുന്നിൽ തെളിയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ സംഭവം നടക്കാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത വീഡിയോയിൽ തൊപ്പി അല്ലെങ്കിൽ റാംബോ വന്നിട്ട് പറയും, ഈ ഷമീർ ലോക പെൺപിടിയൻ, ആ പ്രൂഫ് അടക്കം മിക്കവാറും അവനെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കാണിക്കും. മനസ്സിലായോ? അപ്പൊ നിന്റെ ഈ കാമുകിയും എല്ലാം കളഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയിലോട്ട്, നിന്റെ കുടുംബം തന്നെ കുട്ടിച്ചോറാവുന്ന ഒരവസ്ഥയിലോട്ട്, നിനക്ക് കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടാത്ത അവസ്ഥയിലോട്ട് നീ എത്തും. ഇതിനകത്തുള്ള എല്ലാ അവന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. യവന്മാരൊക്കെ ആ പഞ്ചായത്തിലുണ്ടെങ്കിൽ സ്ത്രീകളെ പുറത്തോട്ടിറക്കരുത്. അതെനിക്ക് പറയാനുള്ളു. പച്ചല, പൊടികള്, പെണ്ണ് പറ്റിക്കല്, അങ്ങനെ എന്തൊക്കെ നാറിയ പരിപാടികൾ ഈ ഭൂമിക്ക് താഴെ ഉണ്ടോ ആ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്യാങ് ആണ് യവന്മാരുടെ ഗ്യാങ്. മനസ്സിലായ? അപ്പൊ ഇവന്മാര് പറഞ്ഞ ഓരോ വീഡിയോയിലോട്ട് പോവാം. ഷമീർ ഇന്നലെ ഒരു 3-3.5 മണിക്കൂർ ലൈവ് വന്നിട്ടുണ്ട്. ലൈവ് എന്തായാലും അവന്റെ ചാനൽ ഇപ്പോൾ ഇല്ല. എനിക്കത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡിന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടാവും. അമ്മാതിരി പരിപാടികളൊക്കെയാണ് അതിനകത്ത് വെച്ചത്. തൊപ്പിയുടെ വീഡിയോ സ്റ്റിൽ അവിടെ ഉണ്ട്. അതെന്താണ് പോകാത്തെന്നാണ് മനസ്സിലാവാത്തത്. തൊപ്പിയുടെ മറ്റേ ബ്ലർ ചെയ്ത വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിലും അതിന് കമ്മ്യൂണിറ്റി ഗൈഡിൽ കിട്ടേണ്ടതാണ്. അത് അമ്മാതിരി ഒരു ബ്ലറിങ് ആയിരുന്നല്ലോ. ഒരു ലൈറ്റ് ഒരു പുകമറ പോലത്തെ ഒരു ബ്ലറിങ് ആയിരുന്നല്ലോ. എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ബ്ലറിങ് ആയിരുന്നു. അതിനും കിട്ടേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടോന്ന് കിടക്കുന്ന അറിയത്തില്ല. വാട്ട് എവർ. അപ്പം ഇന്ന് ഷമീർ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് നോക്കാം. തൊപ്പിയെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ആദ്യം തന്നെ ഷമീറിനെ കൊണ്ട് ഇത് ചെയ്യാൻ സമ്മതിപ്പിക്കുന്നില്ല തൊപ്പി ആളെ അവിടെ ഇരുത്തിയിട്ട് ചട്ടപ്പെട്ടേ എന്ന് സൂപ്പർ ചാറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതും 20 രൂപ 29 രൂപ ആ രീതിയിലാണ് സൂപ്പർ ചാറ്റ്. സൂപ്പർ ചാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുമല്ലോ, ഈ സൗണ്ട് കേട്ടിട്ട് ആരും പറയുന്നത് കേൾക്കരുത്. അതിന് വേണ്ടിയിട്ട് അത് ഇന്റൻഷനലി ആരായിരിക്കും ജയിപ്പിക്കുന്നത്? തൊപ്പി ആയിരിക്കും ജയിപ്പിക്കുന്നത്. ഇന്റൻഷനലി ഇവന്റെ ആ ഒരു ലൈവ് ഡിസ്റ്റർബ് ആക്കാൻ വേണ്ടിയിട്ട്, ഇവൻ പറയുന്ന ക്ലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആദ്യം ഇവൻ പറഞ്ഞ കാര്യം മറ്റേ ആഡ്സെൻസിനകത്ത് ഇവന്റെ അക്കൗണ്ടിൽ നിന്ന് തൊപ്പിയുടെ അക്കൗണ്ടിലോട്ട് പൈസ പോയി. തൊപ്പി എടുത്ത് പോയി ചോദിച്ച സമയത്ത് കൊടുത്തിട്ടില്ല എന്നാണ് ഷമീർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തൊപ്പി എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവന്റെ അക്കൗണ്ടിലോട്ട് 29,000 രൂപ മാത്രമാണ് പോയിട്ടുള്ളത്. അത് ഇവന്റെ മുഖത്ത് നോക്കി എറിഞ്ഞു കൊടുത്തു എന്നും പറയുന്നു. അന്നേരം ഇവൻ ഇന്നലെ ആഡ്സെൻസ് അക്കൗണ്ട് ഒക്കെ എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അവൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെ ആഡ്സെൻസ് അക്കൗണ്ട് എടുത്ത് കാണിക്കാൻ പറ. അന്നേരം അവൻ അതെല്ലാം ലൈവായിട്ട് തന്നെ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ എത്ര രൂപ വന്നിട്ടുണ്ട്, എത്ര രൂപ തൊപ്പിയുടെ അക്കൗണ്ടിലോട്ട് പോയി എന്നുള്ളത്. അന്നേരം ഇവൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും അവൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും എടുത്ത് കാണിക്കാൻ നിൽക്കുന്നില്ല. അത് നമുക്കതിനെ കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ എന്താണെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അന്നേരം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോ മാസം എത്രയാണ് ഇവൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളതെന്ന്. അപ്പം December 11 ഇവൻ ഈ സ്ട്രീമിങ് തുടങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡിസംബറിലെ പൈസ January 20-21 ആ സമയത്താണ് വരുന്നത്. January 21 അവൻ്റെ അക്കൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട്. $486 കയറിയിട്ടുള്ളത്. ഇവൻ അതിനകത്ത് തെറ്റിച്ചാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവന് വെച്ചേക്കുന്ന ആ ഒരു പേയ്മെന്റ് റിസിപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് February ആയപ്പോഴത്തേക്ക് $324, പിന്നെ
മാർച്ചിലായപ്പോഴത്തേക്ക് $1141. ഇത്രയും ഡോളർ എന്ന് വെച്ചാൽ $1941 മൊത്തത്തിൽ ഇവന്റെ അക്കൗണ്ടിലോട്ട് കയറിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് $1,80,000 ഈ 3 മാസമായിട്ട് ഇവന്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഇവൻ തന്നെ പറയുന്നുണ്ട് ഈ 3 മാസത്തിന് ശേഷം ഈ ആഡ്സെൻസ് അക്കൗണ്ട് അവന്റെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പൈസ മൊത്തം ഇവന്റെ അക്കൗണ്ടിലോട്ടാണ് വന്നത് 3 മാസത്തിന് ശേഷം. അതിന് 3 മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ജനുവരി വന്നത്, ഫെബ്രുവരി വന്നത്, മാർച്ച് വന്നത്. അന്നേരം ഈ $1,80,000 മാത്രമേ ഉള്ളൂ. സ്റ്റിൽ $1,80,000 വന്നിട്ടുണ്ട്. തൊപ്പി പറഞ്ഞ ഇന്നലത്തെ കണക്ക് തെറ്റാണ്. 29,000 എന്നാണ് തൊപ്പി പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഇവന്റെ അക്കൗണ്ടിന്റെ നമ്പർ അല്ലെങ്കിൽ അവന്റെ പേരടക്കം മുഹമ്മദ് നിഹാദ് എന്നുള്ളത് എടുത്തു വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം തൊപ്പി പറഞ്ഞത് തെറ്റാണ്, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്തൊന്ന് കാണിക്കാം. കാര്യം ഇപ്പൊ നിലവിൽ ലൈവ് ഇല്ലല്ലോ, അതുകൊണ്ട്. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ പെങ്ങള് ഓള് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഓളെ ഏട്ടൻ ഇങ്ങനെ ഒരുത്തനാന്ന് ഓളൊരിക്കലും തല ഒലിച്ച് നിൽക്കൂല. ഈ ലൈവ് തീരുമ്പോൾ അത് മനസ്സിലാവും. ഓളൊരിക്കലും എൻ്റെ ഉമ്മയോ എന്റെ പൊന്നനിയ നീയൊക്കെ നാറി, നീ തല പൊക്കാൻ പറ്റാത്ത രീതിയിൽ നാറി. ഇനി എന്തിന് അവരിനി വീട്ടുകാർ ഇതൊക്കെയല്ലേ കാണുന്നത്? നിന്റെയൊക്കെ ലൈവ് തന്നെ തല പൊക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലൈവ് ആണല്ലോ. എന്തൊക്കെയാടാ നീ ലൈവിൽ തന്നെ ഈ തൊപ്പിയായിട്ട് നല്ല ടൈംസിലുള്ള സമയത്ത് തന്നെ ലൈവിലൊക്കെ എന്തൊക്കെ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്, അത് ഓർമ്മയുണ്ടോ? ഇപ്പൊ അതിന്റെ ഒരു എക്സ്ട്രീം വെർഷനാണ് ഇപ്പൊ നിന്റെയൊക്കെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത്. അന്നേരം ഈ തല പൊക്കുന്നതും തല കുനിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. നാണം കെട്ട പരിപാടിയാണ് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പെങ്ങളോ തല കുനിച്ച് നടക്കൂല, മനസ്സിലാ? എൻ്റെ ഉമ്മയോ എൻ്റെ ഉപ്പയോ തല കുനിച്ച് നടക്കൂല. അത് ഈ ലൈവ് തീരുമാനം അത്രയ്ക്ക് പ്രൗഡാണ് ഗൈസ്, അത്രയ്ക്ക് പ്രൗഡാണ്. നാസയിലോട്ട് റോക്കറ്റ് വിക്ഷേപിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. തൊപ്പി റോക്കറ്റ് വിക്ഷേപിക്കുന്നത്, അതാ പറഞ്ഞു. നാസ സയന്റിസ്റ്റ് ആണ് അവൻ. നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരാളുണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാം. എൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ മെയിൻലി ഓക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇതാക്കുന്നത്. കാരണം ഓക്ക് അത്രയും ഓളെ ഇക്കാക്ക ദുബായിൽ നിന്ന് വിളിച്ചു, ഉപ്പ വിളിച്ചു, ഓളെ ഉമ്മ ഈ പറഞ്ഞ പോലെ സീനാക്കി. എന്താണെങ്കിലും മിക്കവാറും എനിക്ക് തോന്നുന്നത് തൊപ്പി ഒരു ലൈവായിട്ട് വരും, അല്ലെങ്കിൽ റാംബോ ലൈവായിട്ട് വരും. ഇവന്മാർ പെൺപിടിക്കാൻ പോയി എല്ലാം അവനെടുത്തിടും. അന്നേരം ഗേൾ ഫ്രണ്ടിന്റെ കാര്യങ്ങൾ മിക്കവാറും തീരുമാനമാവും. പൊന്നെ നീ സൂക്ഷിച്ചു. മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഗേൾ ഫ്രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്, മനസ്സിലായി? എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ സിസ്റ്റർ, എൻ്റെ ഗേൾ ഫ്രണ്ട്, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. അത് ഈ ലൈവ് തീരുമ്പോൾ നമുക്ക് നോക്കാം. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂപ്പർ ചാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇവനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ട്രസ്റ്റ് മൈ വേർഡ്സ്, നീ റോഡിൽ ഇറങ്ങിയാൽ നിന്നെ കല്ലെടുത്തെറിയും. ഈ പറയുന്ന മുഖവും പേരും നീ ഓർമ്മിച്ച് വെച്ചോ. കിക്കിലൊരു 10% കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ഒരു 40% കാണിക്കും. ബാക്കി ശതമാനം നീ കണ്ടോ, മനസ്സിലായി? അത് ഇറങ്ങിയാൽ പിന്നെ നീ ജീവിച്ചിരിക്കൂല എന്തായാലും. ഇവന്മാര് ഈ സ്കീമാ, ജീവിച്ചിരിക്കൂല. തൊപ്പി ഇന്നലെ ലൈവ് ഇട്ടിട്ട് അതാ പറഞ്ഞ ജീവിച്ചിരിക്കില്ല. എന്നിട്ട് അവന്മാര് ജീവനോടുള്ളവന്മാര് വന്ന് അവനെ പറ്റി അവരതിച്ച് ലൈവ് ഇട്ട്. ഇവന്മാരൊക്കെ റോഡിൽ ഇറങ്ങിയാൽ കല്ലെടുത്ത് എറിയോ ഇല്ലയോ ഉള്ള കാര്യം എനിക്ക് അറിയത്തൊന്നുമില്ല. ഒരു കാര്യം എന്താണെങ്കിലും മനസ്സിലായിട്ടുണ്ട്, വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ എവനെയൊന്നും ആ പരിസരത്ത് ആ മതിലിന് ചുറ്റോട്ടത്ത് പോലും വരാൻ സമ്മതിക്കരുത്. അമ്മാതിരി അപരാധികൾ, അതേ പറയാനുള്ളൂ. ഇനി കഴിഞ്ഞ ദിവസം മറ്റേ ഷേക്കടി ജാറ് കാണിച്ച് ഷേക്കടിച്ചായിരുന്നല്ലോ. ഷേക്കടിയെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അത് പറയുന്നതിനകത്തൊരു കഴമ്പുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും എക്സ്പ്ലനേഷൻ ഞാനൊന്ന് വെക്കാം. ആണാണ് ബ്രദർ, ആണാണ്. കുണ്ടനല്ല നിന്നെ പോലെ, അത് കാണിക്കും, മനസ്സിലായോ? കുണ്ടനല്ല. സ്വയം ഞാനിരുന്ന് വീഡിയോ നോക്കി ഞാനെന്തിന് മമ്മൂനെ കുണ്ടനടിക്കണം? എന്നാ പിന്നെ ഞങ്ങൾക്ക് മമ്മൂനെ കുണ്ടനടിച്ചാൽ പോരെ? ഞാൻ വീഡിയോ നോക്കി ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്തിനാ പിന്നെ മമ്മൂനെ കൊണ്ടുവരടിക്കാൻ പോകുന്നത്? അത് അല്ലാണ്ട് വേറൊന്ന് കൂട്ടി പറയുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് ഇടുന്നതും. അത് നീ നാളെ കാണിക്കണോട്ടെ. നീ നാളെ ആടെ നിങ്ങൾ എന്താ പറയുന്നത്? എന്താന്ന് അവിടെ വീഡിയോ എടുക്കുന്ന നമ്മള് വീഡിയോ എടുക്കുന്നില്ലാന്നേ ഉള്ളൂ. അവിടെ കണ്ട ശരത്ത് പോലും വണ്ടി കാട്ടിച്ച് നടക്കലാന്ന്. അങ്ങനത്തെ ഫ്രീഡാന്ന് ആ ഗ്യാങ് ഹൗസിൽ. അപ്പൊ സംഭവം ഇതാണ്. ഉമ്മറ ഗ്യാങ് ഹൗസിനെ പറ്റി മനസ്സിലായി. ഉമ്മര് പണ്ടത്തെ മനുഷ്യരാണ്, തുണി എടുക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ആട്ടിയിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. അന്നേരം ആ കൂട്ടത്തിൽ ഇപ്പം പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നത് വരെ ഉമ്മര് പബ്ലിക് ആയിട്ടാണ് വീട്ടിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ പെയിന്റ് അടിക്കണ്ട, ഉമ്മാർ ഓൾറെഡി അവിടെ പെയിന്റ് അടിക്കുന്നുണ്ട്. പെയിന്റ് കാശ് ലാഭിക്കാം ഉമ്മാരെ കൊണ്ട് വീട്ടിൽ നിർത്തി കഴിഞ്ഞാൽ. റൂം മൊത്തം പെയിന്റ് അടിച്ച് തരും 2 ദിവസം കൊണ്ട്. അപ്പൊ മമ്മു പറയുന്നതാണ് എല്ലാ അമ്മമാരും തുണിയും ഒന്നും ഇല്ലാതാണ് തെക്കോടൊക്കെ നടക്കുന്നത്. ആ കൂട്ടത്തില് നമ്മളെ ഷമീർ ഇരുന്നിട്ട് മറ്റേ റോബസ്റ്റ പഴം വെച്ചിട്ട് ഒരു സ്മൂത്തി അടിച്ചു. അന്നേരം അതിനകത്ത് ഞാനും പോയി ആക്കി വിട്ട്. അതല്ലാതെ വേറെ ഒന്നും ഇല്ല. ഇപ്പൊ തൊപ്പി വെല്ലുവിളിക്കുന്നുണ്ട്. തൊപ്പി മറ്റേ അതിന്റെ ബാക്കി ഇവന്മാര് നിഷേധിക്കുകയാണെങ്കിൽ, ഇവന്മാരിത് തള്ളുകയാണെങ്കിൽ ബാക്കി വീഡിയോ ബ്ലർ ചെയ്യാതെ ഇടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് തൊപ്പിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. തൊപ്പി അത് ഇടണം എന്നാണ് അവന്മാര് പറയുന്നത്. തൊപ്പി അത് ഇട്ടിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം ഇവൻ ഷമീർ പറഞ്ഞതിനകത്ത് ഒരെണ്ണം പോയിന്റാണ്, അവൻ ആ വീഡിയോ നോക്കിയാണ്, മമ്മൂനെ നോക്കിയല്ല. മനസ്സിലായോ? വീഡിയോ നോക്കിയാണ് കലാപരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം തൊപ്പി പണ്ട് റോക്കറ്റ് വിക്ഷേപിക്കുന്ന അത് VR നോക്കി
റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ, സീരിയസ്ലി ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്കത് മനസ്സിലാവാത്തത്. ഇത് കഴിഞ്ഞ ദിവസം തൊപ്പി നീമാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരിക്കണം. അത് നീമാര് കുണ്ടനാണ്, അതുകൊണ്ടാണ് അവനൊരു സ്റ്റോറി ഉണ്ടാക്കണം, അതുകൊണ്ടാണ് ഈ ഗ്യാങ് ഹൗസ് പിരിഞ്ഞു പോയത്. നീമാര് പറഞ്ഞത് പൈസ കൊടുക്കാത്തതിന്റെ പേരിലാണ് പിരിഞ്ഞു പോയത്. അവൻ വന്നിട്ട് പറയുന്നത് നീമാര് തമ്മിലുള്ള ഇത് കാരണമാണ് പിരിഞ്ഞു പോയത്. എന്നാലും അവനൊരു സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണം അത് ആ ഒരു കഥയായിട്ടോ വന്നത് എന്ന് വിചാരിച്ചപ്പോ തൊപ്പിയുടെ നീപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കഥയേ ഇല്ല. അവൻ VR നോക്കി നാസയിലോട്ട് റോക്കറ്റ് വിക്ഷേപിക്കുന്നു, VR നോക്കി. അതിന്റെ ആവശ്യം എന്താ എടുത്ത് വെക്കണ്ടേ? തൊപ്പി അപരാധിയാണ്. അവന്റെ ആദ്യത്തുള്ള വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് അവൻ വെറും അപരാധിയാണെന്ന്. തൊപ്പി എങ്ങനെ അവന്റെ ആദ്യത്തെ ലൈവ് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ജോളോ ചിപ്പിനെ വരെ പൂശി വിട്ടിട്ടുള്ളവൻ. അപ്പൊ പിന്നെ അവൻ VR അല്ല, ആകാശത്തിലൂടെ പറന്നു വന്ന കാക്കയെ നോക്കി വരെ ജ്യൂസ് അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാം. അത്രയും അപരാധിയാണ് അവൻ. അങ്ങനെ അപരാധം കാണിച്ചു കയറി വന്നവനാണ്. അപ്പൊ എന്നും പറഞ്ഞാണ്ട് ഇവൻ ഈ തൊപ്പിയുടെ ഈ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതൊക്കെ കമ്മ്യൂണിറ്റിയുടെ സാധനമാണ്. അടിച്ച് പോത്തേ ഉള്ളു, കംപ്ലീറ്റ് അടിച്ചു പോകും. യൂട്യൂബ് എടുത്ത് വിളയെ തള്ളും. ഇപ്പൊ വീഡിയോ കാണാത്ത അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, കമ്മ്യൂണിറ്റി ഒന്ന് പോയതാണോ എന്ന് അറിയത്തില്ല. വോട്ടെവർ. തൊപ്പി ഒരു ലേശം ബ്ലറെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നീ ഒരു പൊടിക്ക് ബ്ലറെങ്കിലും ചെയ്ത് വെക്കായിരുന്നു. എന്തായാലും ഞാനെന്തായാലും വെക്കാൻ പോകുന്നില്ല ഈ ഒരു സാധനം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കുടുംബമായിട്ട് ആൾക്കാർ TV യിലിട്ട് കാണുന്ന വീഡിയോ ഒക്കെയാണ് നമ്മുടേത്. എനിക്കിത് പറയാനുള്ളൂ, ഈ തൊപ്പിയുടെ കോണ്ടന്റ് നിങ്ങൾ ഫോണിൽ ഹെഡ്സെറ്റ് വെച്ച് മാത്രമേ ഇരുന്ന് കാണാവുള്ളൂ. ഇത് കുടുംബമായിട്ടോ കുട്ടികളുമായിട്ടോ ഒന്നും കാണാൻ പറ്റുന്ന സാധനമല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനുശേഷം ഇവന്മാർ ഈ തൊപ്പിയുടെ പഴയ ടെലിഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ടേംസിലായിരിക്കുന്ന സമയത്ത് അയച്ചിട്ടുള്ള ചാറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ചാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കോഴിക്കോട്ട് കുറെ മറ്റേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്, എന്നിട്ട് കുഞ്ഞി ടീംസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെയും കുട്ടികളെയും ചേർത്ത് പറയുന്ന അപരാധം അതാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇവന്മാരും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇവന്മാരും ഇതിന്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പോൾ തൊപ്പിയുടെ കാണും, തൊപ്പി നാളെ അതുമായിട്ട് വരും. ഇതിനകത്ത് ആരും പുണ്യാളന്മാരല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും കാലം ഇവനും തൊപ്പിയും ഇവന്മാരെല്ലാവരും ഒരേ രീതിയിൽ ഒരേ ലെവലിൽ കടന്ന് തോന്നിവാസങ്ങൾ കാട്ടിക്കൊണ്ടിരുന്നവന്മാരാണ്. എന്നിട്ട് അടിച്ചു വിരിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ചെളിവാരി എറിയുന്നു. ഇതിനകത്ത് ഒരു പുണ്യാളന്മാർ പോലും ഇല്ല. എല്ലാ എണ്ണങ്ങളും 6 പിഴകൾ അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഏറ്റവും വലിയ പിഴ ആരാണെന്ന് മാത്രം നോക്കിയാൽ മതി. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് അത് ഏറ്റവും വലിയ പിഴ തൊപ്പി തന്നെ. അതിന്റെ താഴെപ്പോട്ടേ ബാക്കിയുള്ള ഇവന്മാർ വരുത്തുള്ളൂ. എന്നിട്ട് യവൻ കഴിഞ്ഞ ദിവസം തൊപ്പി വന്നിട്ട് എന്റെ പിള്ളേർ എന്റെ വീട്ടിലേക്ക് അവന്മാര് മറ്റേ ശാനം കയറ്റി പിള്ളേർക്ക് പൊടി കൊടുത്തു, പച്ചല കൊടുത്തു, എന്റെ പിള്ളേർക്ക് എന്നും പറഞ്ഞിട്ട് വലിയ പുണ്യാളം കളി കളിക്കുന്നുണ്ട്. ഞാൻ അന്നേരവും പറഞ്ഞു, ഇത് ഈ വീഡിയോ സൂക്ഷിച്ചു വെച്ചോ, ഇതെല്ലാം തിരിയും, ഇത് കംപ്ലീറ്റ് തിരിയും. തൊപ്പി നിങ്ങൾ കാണുന്ന വ്യക്തിയൊന്നുമല്ല. അന്നേരം ഇവന്മാര് ചെറിയൊരു സാധനം വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കിണവില്ല. ഞാനതൊന്ന് വെക്കാം. ഇത് പറഞ്ഞ സാധനം അറിയാലോ, ഇവനല്ല പറഞ്ഞു ഞാൻ ഡ്രഗ് അടിച്ചത്. ഇവൻ ഡ്രഗ് യൂസ് ചെയ്തതിന്റെ സാധനമാണ് ഇത്. ഇവനകത്ത് പറയുന്നത് ഈ മറ്റേ കൽക്കണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായിൽ എന്തെങ്കിലും ചവച്ചോണ്ടിരിക്കണം. അതായത് ആ ചവയ്ക്കുന്നത് തൊപ്പി ചവച്ചോണ്ടിരിക്കുന്നത് ഇവൻ കാണിക്കുന്നുണ്ട്, ഈ സാധനത്തിനകത്ത് കാണിക്കുന്നുണ്ട്. അതാണ്, അല്ലാതെ ഇവൻ യൂസ് ചെയ്യുന്ന സാധനം ഒന്നും കാണിക്കുന്നില്ല. രണ്ടുപേരും അത് ചവച്ചോണ്ടിരിക്കുന്നുണ്ട്. ബാക്കിൽ മമ്മൂ നിപ്പുണ്ട്. മമ്മുവും അടിച്ച് ഇന്ത്യയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മമ്മൂ ഇതിന്റെ ആളാണ്. അവന്മാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഉമ്മാരിത് അക്സെപ്റ്റ് ചെയ്തു. മമ്മു ആണെങ്കിലും ഷമീർ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്ത് ഉമ്മാർ ഇത് യൂസ് ചെയ്യുന്ന തരത്തിലാണ്. അക്സെപ്റ്റ് ചെയ്യാത്തത് ഇപ്പം ജാസി പറയുന്നില്ല, അവൻ ഇവന് യൂസ് ചെയ്യാറില്ല എന്നാണ് ജാസി പറയുന്നത്. അതുപോലെ റാംബോ യൂസ് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. ബാക്കി ആരുടെയും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. മമ്മുവും ഷമീറും ഈ സാധനങ്ങൾ, ഈ മാതിരി ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തൊപ്പി കൊടുത്തതാണെന്നാണ് പറയുന്നത്. വോട്ടെവർ, മേ ബി ആയിരിക്കും, ചിലപ്പം അല്ലായിരിക്കും. ഇവന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് മേടിച്ചതാവാം. എന്താണെങ്കിലും നീ ആര് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് തന്നെ. അത് ആര് കൊടുത്തു എന്നുള്ളതല്ല, യൂസ് ചെയ്യാതിരിക്കുന്നിടത്താണ് നിന്റെയൊക്കെ മിടുക്ക്. നീക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ വന്ന് നിർബന്ധം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വിടുപ്പേടാ, അതേ പറയാനുള്ളൂ. അതല്ല അവൻ തന്നതിന്റെ പേര് ഞാൻ യൂസ് ചെയ്തത് അങ്ങനെ വന്ന് പറഞ്ഞിട്ടൊന്നും കാണിയൊന്നുമില്ല. യൂസ് ചെയ്തോ, നീയും ആ ഗ്രൂപ്പിൽ പെടും, അത്രേ ഉള്ളൂ. ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വാ ഒട്ടുവന്നോ ചവയ്ക്കുന്നോ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ ഈ ഐറ്റം കണ്ടിട്ടില്ല. ഈ എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇത് യൂസ് ചെയ്ത ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട് സർക്കിളിലേ ഇല്ല ഇത് യൂസ് ചെയ്യുന്നവന്മാർ. എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല. ഇവൻ പറയുന്നത് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ വാ ഒട്ടും, അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ചൂയിങ്കം ചവയ്ക്കുന്നത്, ചവച്ചിരിക്കണം. അതിന്റെ ഒരു പടമാണ് എടുത്ത് വെച്ചേക്കുന്നത്, ചവയ്ക്കുന്ന ഒരു വീഡിയോ ആണ് എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷേ അത് വേറെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൊപ്പിയുടെ ഇതാണ് കേട്ടോ. ഇതിന്റെ ബാക്കിൽ 2 കള്ള് കുടിക്കുന്ന ഗ്ലാസ് ഇരിപ്പുണ്ട്. തൊപ്പി എന്നല്ല വന്നിട്ട് 1 ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ മാത്രം ചെറുതായിട്ട് അടിക്കുന്നുള്ളതാണ്. അവൻ ചെറുതായിട്ടല്ല, നല്ല അടി അടിക്കുന്നവനാ. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ കൊണ്ടുവന്ന ഗ്ലാസ് ആയിരിക്കും ബാക്കി ഇരിക്കുന്നത്. ഇതിനകത്ത് എന്തായാലും വെള്ളം കുടിക്കാനൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ. ആ ഗ്ലാസ്സിനകത്ത് വെള്ളം കുടിക്കാനൊന്നും പറഞ്ഞേക്കല്ലേ. അതും 2 ഗ്ലാസ്. ഈ രീതിയിലുള്ള ഡിസൈൻ ഗ്ലാസ് 2 എങ്ങനെ വെക്കണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി.
അത് ചിലപ്പം ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പെട്ടിക്കകത്ത് പൊതിഞ്ഞു കൊണ്ടുവന്ന ഗ്ലാസ് ആയിരിക്കും ചിലപ്പോൾ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫസ്മിന ഇവര് മെസ്സേജ് ഉണ്ടായിരുന്നു ആർക്ക്, ഷെമീറിന്. ഫസീമളെ അറിയാമല്ലോ. ഫസ്മിനയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്മിനയുടെ പഴയ കാമുകനാണല്ലോ തൊപ്പി. അപ്പം ആ സമയത്തുള്ള കാര്യങ്ങൾ, ഈ തൊപ്പിയുടെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഫസ്മിന എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ വിഷമമൊന്നുമില്ല, നീ എന്നെ ചൊറിയാൻ വന്നു, ഞാൻ അങ്ങോട്ട് കയറി മാന്തി, അത്ര അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ തലമണ്ടോയ്ക്ക് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ശത്രുതയൊന്നും വെച്ചോണ്ടിരിക്കുന്ന ആ ശീലം എനിക്കില്ല, അതവിടെ തീർന്നു. ഓക്കെ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പ്രശ്നമൊന്നുമില്ല, നീ എന്നെ ചൊറിഞ്ഞു, ഞാൻ അതുപോലെ തന്നു. എന്നാലും അവളും പറഞ്ഞു ഓക്കെ, എനിക്ക് സംതൃപ്തിയായി. ഓക്കെ ഓക്കെ. അപ്പൊ ഈ തൊപ്പിയുടെ കാര്യം കുറെയൊക്കെ അവള് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അത് അവള് എന്തെങ്കിലും വന്ന് പറയുവാണെങ്കിൽ പറയട്ടെ, പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും ഇല്ല. ഇനി ഫസ്റ്റിനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്നും അറിയത്തില്ല. ഞാനും വലുതായിട്ടൊന്നും വിശ്വസിച്ചിട്ടൊന്നും ഇല്ല, അത് വേറെ കാര്യം. ഓക്കെ, ഉള്ളതുള്ള പോലെ പറയണമല്ലോ. അപ്പൊ പുള്ളിക്കാരത്തി വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാട്ട് എവർ. അപ്പം ആ ഒരു ഫസ്മിനയുടെ മെസ്സേജ് ഇവനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ശേഷം റാംബോ തൊപ്പിയെ പറ്റി പറയുന്ന ഒരു വോയിസ് ഇവൻ പ്ലേ ചെയ്യുന്നുണ്ട്. റാംബോ ആ വോയിസ് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് ഷെമീർ തന്നെ പറയുന്നുണ്ട്. ഒരു 5 മിനിറ്റിന്റെ ലോങ് സാധനമാണ്. നിങ്ങൾ അതൊന്ന് കേൾക്കുക, അവന്റെ എക്സ്പ്ലനേഷൻ നിങ്ങളത് കേൾക്കുക. ഇതിനകത്ത് കന്നന്തിരിവ് പറയുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ മ്യൂട്ട് ചെയ്യും. അത് മ്യൂട്ട് ആവുന്ന ഭാഗം നിങ്ങൾ വിചാരിച്ചോണം അത് നമ്മുടെ യൂട്യൂബിന് പറ്റാത്ത ഭാഗമാണെന്ന്. ഓക്കെ, കാര്യം ഞാൻ പറയാം. പിന്നെ ഞാൻ കുണ്ടെന്ന് പറയുന്നത് അത് ഓൻ തെളിയിക്കണം. ഞാൻ കുണ്ടനല്ല നമുക്കറിയാം, അപ്പൊ ഓൻ തെളിയിക്കണം, മനസ്സിലാവും. ഞാൻ കാര്യം പറഞ്ഞു, ഈ സംഭവത്തിൽ ഞാനും തെറ്റുകാരനാണ്, ഞാനും ഇതിലുണ്ട്. ഞാൻ കുവൈത്തിൽ നിന്ന് വന്ന സമയത്ത് ഇവൻ മുടി വെട്ടി നിൽക്കുക. ആ സമയത്താണ് കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഇവൻ ഗ്യാങ് തുടങ്ങുന്നത്, മനസ്സിലാ. ആ സമയത്ത് ഇവൻ നല്ല ഇതടിയാ. അപ്പൊ ആ ടൈമില് ഈ പറഞ്ഞ പോലെ അനക്കും ഇവൻ തന്നിട്ടുണ്ട്, മമ്മൂനും കൊടുത്തിട്ടുണ്ട്. മമ്മൂൻ വന്നിട്ട് പറയും മമ്മൂന് കൊടുത്തിട്ടുണ്ട്, ഇവൻ എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. റാംബോ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, റാംബോ യൂസ് ചെയ്തില്ല, റാംബോ അത് തൊട്ടിട്ടില്ല. ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയാലോ, റാംബോ യൂസ് ചെയ്തിട്ടില്ല, റാംബോ അത് തൊട്ടിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പോലും റാംബോ യൂസ് ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ ഇവൻ ഈ സാധനം ഒസാക്കി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഈ പറഞ്ഞ പോലെ ന്യൂസിലെല്ലാം വന്നൊരു സംഭവമാണ്. ഈ അങ്ങനെയാണ് അവൻ്റെ ബ്ലാക്ക് ഫോർച്യൂണർ പിടിക്കുന്നത് അങ്ങനെയാണ്, മനസ്സിലായോ. അതുകൊണ്ടാണ് ആ വണ്ടി ഇപ്പോൾ ഇല്ലാത്തത്. ഇപ്പോൾ മറ്റേ ഇവിടെ സ്റ്റേഷനിലുണ്ട്, നേവി ഗാർഡിന്റെ സ്റ്റേഷനിലുണ്ട്, കളമശ്ശേരിയോ ഏതോ ഒരു സ്റ്റേഷനിലുണ്ട്. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ വണ്ടി പിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പെണ്ണുപിടി ഇതടി, ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇപ്പൊ ഇവൻ തന്നെ പറഞ്ഞല്ലോ, റാംബോ തന്നെ പറഞ്ഞല്ലോ, ഫെയിം ആ ടൈം അത്രയും ഫെയിമാ. കാരണം ഈ മുടി വെട്ടി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഫെയിമാ. അപ്പോൾ ഈ മുടി വെട്ടി നിൽക്കുന്ന സമയത്ത് ഈ ഫെയിം ഉള്ളതുകൊണ്ട് ഇവൻ എവിടെ പോയാലും ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റേ ക്യൂൻസ് വേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവന്റെ ബ്ലാക്ക് ഫോർച്യൂണറിൽ ഞാന്, നിയാദ്, റാംബോ, പിന്നെ ഫാസിൽ പാച്ചു ആണോ ഒസാക്കിയാണോന്ന് അറിയില്ല, വേറൊരാളും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യൂൻസ് വേയിൽ പോയി. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവിടെ നമ്മൾ വണ്ടി കാണുമ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ 2 പെൺപിള്ളേർ വന്നു, ലക്ഷദ്വീപിലുള്ള പെണ്ണ്. ഒന്നിന് 18 ആയില്ല, ഒന്നിന് 19 എന്തോ വയസ്സാണ്. ഒന്ന് കാണാൻ കുറച്ച് എന്താ പറയുക ചെറുതാ. ഈ പറഞ്ഞ പോലെ 18 ആകത്തോണ്ടുള്ള അതിൻ്റെ ഇതും വെളുത്ത് അങ്ങനെയാണ്. അപ്പോൾ 2 ഗേൾസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു പ്രൂഫ് ഇതെല്ലാം ഞാൻ എങ്ങനെയാടാ പ്രൂഫ് എടുക്കാം. ഈ പറഞ്ഞ പോലെ അങ്ങനെ ആ പെൺപിള്ളേരെയും കൂട്ടി നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അടുത്തേക്ക് പോയി. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്ന് ഇവൻ പറഞ്ഞു അങ്ങോട്ടേക്ക് ആടുന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. പമ്പിൻ്റെ അടുത്ത് പോയി. പമ്പിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവൻ ഇൻസ്റ്റ ഐ ഡി വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയച്ചു, ഇതാക്കി. ഒരു പെണ്ണിനെ ഞാനും എടുക്കാം, ഒരു പെണ്ണിനെ ഓനും എടുക്കാം. ഞാൻ പുണ്യാണെന്നല്ല, ഉള്ള കാര്യം പറയാലോ. ഒരു പെണ്ണിനെ ഞാൻ എടുക്കാമെന്നും ഒരു പെണ്ണിനെ എടുക്കാമെന്ന് വെച്ചാൽ സെറ്റാക്കാന്നുള്ളത്, പ്രണയിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ ഇവൻ പ്രണയം നടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇവന്റെ പരിപാടി പ്രണയിക്കാമെന്നുള്ള രീതിയിൽ. ഇവൻ ഓൾറെഡി കാമുകനുണ്ട്, കാമുകയുണ്ട്, പ്രണയിക്കാമെന്നുള്ള രീതിയിൽ 2 ആ രീതിയിൽ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്നത് പ്രണയമൊന്നും എടുത്തിടല്ലേ പൊന്നുമോനെ. പോകുന്ന ആളാ. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആക്കി. ആ ടൈം നമുക്ക് റിലേഷൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇതാക്കുന്നൊന്നല്ല, ഞാൻ എന്നെ ന്യായീകരിച്ച് വലിയ ഇതാക്കുന്നതല്ല. അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഞാൻ ഒന്നും ചെയ്തില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. ആരെ? അവരെ ചെയ്തിട്ടില്ല, വേറെ ആൾക്കാരെ ചെയ്തിട്ടുണ്ടോ? അത് ചോദ്യമാണ്. അത് മിക്കവാറും ഇറക്കും. അവന്മാര് ലൈവായിട്ട് വരുമ്പോഴത്തേ അതിറക്കും. അന്നേരം നീ പിന്നെയും നാറും. നീ അവനെ ഇറക്കി, നീ അവന്റെ അപരാധങ്ങൾ ഇറക്കുന്നു, അവന്മാര് വന്നിട്ട് നിന്റെ അപരാധം ഇറക്കും. ഇവന്മാരെല്ലാരും കൂടെ ജോയിന്റ് ആയിരുന്ന സമയത്ത് ചെയ്ത കന്നുതരുകളാണിത്. ഇത് പുറത്തോട്ട് പറയുന്ന സമയത്ത് ഇവന്മാര് തന്നെ ചള്ളായിക്കൊണ്ടിരിക്കുക. ഇത് സ്വന്തമായിട്ട് നാറാതെ മറ്റവരെ നാറ്റിക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇവന്മാര് നിൽക്കുന്നത്. അപ്പൊ ഇവനൊക്കെ തൊപ്പിയെ എത്രമാത്രം നാറ്റിക്കുന്നോ, അല്ലെങ്കിൽ തൊപ്പി വന്നിട്ട് ഇവനെ എത്രമാത്രം നാറ്റിക്കുന്നു, അത്രത്തോളം നാറ്റം ഇവന്മാര്
രണ്ടുപേരും ചെയ്യുന്ന വീഡിയോയിൽ ഇവന്മാർക്ക് കിട്ടും എന്നുള്ളതാ. ഇപ്പം തൊപ്പിയുടെ അപരാധം പറയണമെങ്കിൽ ഇവന്റെ അപരാധവും പറയണം, മനസ്സിലായ? അതുകൊണ്ടാണ് അവൻ വന്നിട്ട് സമ്മതിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് വളച്ചു. അവര് വീട്ടിലേക്ക് വന്നു. 2 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് വളച്ച് വീട്ടിലും കൊണ്ടുവന്ന്. ഈ പാവപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ഇവന്മാര് ഇതിനകത്ത് കിടന്ന് കാട്ടുന്ന കാണുമ്പോൾ ഭയങ്കര സെലിബ്രിറ്റിയാണ്, കിടിലമാണ്, ഫെയിം എന്നും പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്, മനസ്സിലായ? അയ്യോ തൊപ്പി എന്ന് പറയുമ്പോൾ മരിക്കാൻ കിടക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. എടാ യവനൊന്നും വലിയ കാര്യമുള്ളതൊന്നും അല്ല. ഇവനൊക്കെ എന്ത് ചെയ്തിട്ടാണ് നീക്ക് ഇവന്മാരുടെ പുറകെ പോണത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇവന്മാരുടെ പുറകെ നടക്കുന്ന പിള്ളേർ ഇവന്മാർ കമ്പനിയായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ചെന്നങ്ങ് കയറും. വന്ന് ഈ പറഞ്ഞ പോലെ അവര് ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മളിത് യൂസ് ചെയ്തു. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയം. അപ്പൊ എൻ്റെ കയ്യിൽ പെട്ടിയൊക്കെ ഉണ്ട്, പെട്ടിയൊക്കെ റൂമിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തോ ഫേസ് ക്രീമോ എന്തോ സംഭവം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവന് ഇഷ്ടമായ ചെറിയ പെണ്ണ്, ഈ പറഞ്ഞ പോലെ ഈ 18ാമത്തെ പെണ്ണ് എൻ്റെ കൂടെ റൂമിൽ ഒന്ന് ഞാൻ അത് കാണിച്ചു കൊടുത്ത് നമ്മളെന്തോ സംസാരിച്ചു. അത് ഇവന് കൊണ്ടു ഇവന്റെ ഈഗോ തട്ടി അത് ഇവന് കൊണ്ടു. ആ കൊണ്ടതിന്റെ പേരിൽ അങ്ക ആ പെണ്ണിനെ കുറച്ച് ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞാൻ ഇവനോട് പറഞ്ഞു അത് ഇതാന്ന്. പക്ഷെ ഇവന് ആ പെണ്ണിനെ മോഹമുള്ളതുകൊണ്ട് ഇവൻ ചെയ്ത കാര്യമാണ് ഹിപ്പി ഈ പറഞ്ഞ കാര്യം. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ 2 കുട്ടികൾ, അതിനകത്ത് ഒരാള് 18 ആയിട്ടില്ല. 18 ആവാത്തതിനെ വളച്ചു തരാ യവൻ. പക്ഷെ അതിൻ്റെ അടുത്ത് മോഹം തോന്നിയത് ആർക്ക്? തൊപ്പിക്ക്. അപ്പം അത് തൊപ്പിക്ക് ഇഷ്ടപ്പെടാതിട്ട് ആ പെണ്ണിനെ തൊപ്പി വിളിച്ചോണ്ട് പോയിട്ട് കുറെ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടി. കാറിനകത്ത് കൊണ്ട് 1-2 മണിക്കൂർ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടി എന്നാണ് റാംബോ പറയുന്നത്. ആ വോയിസ് ആണ്, ആ വോയിസ് വെച്ചിട്ടാണ് ഇവൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ആ വോയിസ് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് വെക്കാഞ്ഞത്. ഒന്ന് കേട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിയുണ്ടേ മനസ്സിലാവും. ആ വോയിസ് ഞാനൊന്ന് വെക്കാം. 50 മണിക്കൂർ അത് നീയാത് ഇവനെ ഇതാക്കാൻ വേണ്ടി കൊണ്ടുപോയത്. കിസ്സൊക്കെ അടിച്ച് പിടിയൊക്കെ പിടിച്ച് അവൻ പറഞ്ഞു എല്ലാം ചെയ്തിട്ട്. എന്നിട്ട് ഇവൻ അടുത്ത ദിവസം ഇവന്റെ എക്സ്ട്രീം ആയിട്ട് നീ ആലോചിച്ചു. അടുത്ത ദിവസം ഇവ ഇവിടെ ഒഴിവാക്കി. അടുത്ത ദിവസം സുബി ഒഴിവാക്കി. ഇവനിനകത്ത് പറയുന്നത് ഇവന്റെ അടുത്തുള്ള ദേഷ്യം കാരണം മറ്റേ പെണ്ണിനെ വണ്ടി കയറ്റി കൊണ്ടുപോയി 2-3 മണിക്കൂർ എന്തൊക്കെയോ ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ തൊപ്പി അവളെ ഒഴിവാക്കി. ഇത് റാംബോ പറയുന്ന വോയിസ് ആണ് പുറത്തു വിട്ടേക്കുന്നത്. അതാണ് തൊപ്പിയുടെ മൈൻഡ്. നെക്സ്റ്റ് ഡേ തന്നെ അവളെ ഒഴിവാക്കി എന്നാണ്. അടുത്ത ദിവസം ഒഴിവാക്കി. അപ്പൊ എന്തോന്നു പിന്നെ ഷെമീറിനെ അവളെ വേണം. എന്നിട്ട് അടുത്ത ദിവസം നീ അവളെ ഒഴിവാക്കി. ഇനി വേണമെങ്കിൽ നീ എടുത്തോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേ ഷെമീറിന്റെ അടുത്ത് ഇനി വേണമെങ്കിൽ നീ അവളെ എടുത്തോ എന്നും പറഞ്ഞിട്ടാണ് ഒഴിവാക്കണത്. പിടികിട്ടിയോ? അപ്പൊ ഷെമീർ അതിൻ്റെ അടുത്ത് സംസാരിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് തൊപ്പി കൊണ്ടുപോയി അവന് വേണ്ട രീതിയിൽ. അതാണ്, കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. നീ അത് പല വെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്, മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു കേസിൽ അപ്പം ആ ഒരു വോയിസ് അതാണ്. റാംബോ തന്നെ പറയുന്നുണ്ട് നിഹാദ് ഇതുപോലെ പക വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ്. ആ ഒരു വോയിസ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ നിഹാദിന്റെ റൂമിൽ കയറിയിട്ട് ഇവന്മാര് കള്ളുകുപ്പിയൊക്കെ പൊക്കുന്ന വീഡിയോ വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ കണ്ട, അത് ഞാൻ വീഡിയോ ഒന്നും എടുത്ത് വെക്കാൻ നിൽക്കുന്നില്ല. എന്തെങ്കിലും പണി നമുക്ക് കിട്ടിയാലോ. കള്ളു കുടിക്കാത്ത ആളാണല്ലോ. ഇതാ ഒരു പെഗ് അടിക്കലല്ലേ, ഒരു പെഗ് എന്നല്ല എന്താ പറയാ, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അടിക്കും, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അല്ല അടിക്കാം മൂപ്പര്. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ്. പല പരിപാടി എന്താ അറിയാലോ, മനസ്സിലായിട്ടുണ്ടാവില്ലേ? പ്ലാൻ. ഈ തൊപ്പി എന്ന് പറയുന്നവൻ ദുബായി പോയ സമയത്ത് അവന്റെ റൂമിൽ ഇവന്മാരി ചെന്ന് കയറിയിട്ട് അവിടെ നിന്ന് കള്ളുകുപ്പി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോക്സിൽ നിന്ന് മറ്റേ പച്ചലയും എടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിഹാദിനെ സിമ്പിൾ ആയിട്ട് ടാക്കിൾ ചെയ്യാം. അവനവിടെ ഇല്ലാത്ത സമയത്ത് ഇവന്മാർ തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം അതിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നീമാര് വീഡിയോ എടുത്തു. ആ രീതിയിൽ പറഞ്ഞുണ്ടാക്കാം. ഇപ്പൊ ഈ കാണിച്ച തെളിവ് നിലനിൽക്കൂല. ഇത് കഴിഞ്ഞിട്ട് ഡെയിലി വെള്ളമടിയാണ് എന്ന് തൊപ്പി പറയുന്ന ഒരു വോയിസ് കൂടെ അവൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ വെക്കാം. ഇവൻ ഡെയിലി അടിയല്ലെന്നാ ഇവൻ പറയുന്നത്. ഇതുവരെ ഒരു പെഗ് പോലും തന്നില്ല. എങ്ങനെ അരക്കുപ്പി ആയതുപോലും അറിഞ്ഞു. ഡെയിലി അടിയല്ലേ? നീ കുറേ ദിവസം വീട്ടിൽ പോയില്ലേ? ഡെയിലി അടിയല്ലേ? കേട്ടോ, നിങ്ങൾ കേട്ടോ, ഞാൻ ഡെയിലി അടിയല്ലേ, നീ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഡെയിലി അടിയല്ലേ എന്ന് തൊപ്പി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. നീ കുറേ ദിവസം വീട്ടിൽ പോയില്ലേ? ഡെയിലി അടിയല്ലേ? അപ്പം ഇത് തൊപ്പി പറയുന്ന വോയിസ് ആണ്. എവനൊക്കെ ഇവന്മാർ ഈ സാധനങ്ങൾ മൊത്തം പച്ചലയും അറക്കപ്പൊടിയും മുളക് പൊടിയും എല്ലാ ഐറ്റംസും എല്ലാ പൊടികളും
എല്ലാ കുടികളും എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ കാണുന്നതൊന്നും അല്ല, പുണ്യാളന്മാരൊന്നും അല്ല. ഇവൻ വന്നിട്ട് ഈ ചേട്ടൻകളിയും അതുപോലെ തന്നെ എന്റെ വീട്ടിൽ അവന്മാര് ശാതനം കയറ്റി എന്റെ പിള്ളേരെ നശിപ്പിച്ച് യവനാണ് കയറ്റുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് യവന്മാർ ഒന്നാമത്തെ കാര്യം ഈ ഒരു സ്ട്രീമിങ് ഭയങ്കര ലാഗായിരുന്നു. യവന്മാർ എന്തൊക്കെയാ ഈ സ്ട്രീമിങ്ങിനകത്ത് അവിടെ കാട്ടിക്കൂടി. ഞാൻ തന്നെ പകുതി നിർത്തിയിടയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ കളഞ്ഞിട്ട് പോയി. ഞാൻ ഫുള്ള് കാണാൻ നിന്നിട്ടില്ല. രാവിലെ എഴുതി നോക്കിയപ്പോഴത്തേക്ക് സ്ട്രീമിങ് ഇല്ല. പിന്നെ ഞാൻ കുറേയൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ കാണിക്കടാ, നിങ്ങൾ എന്താ ഈ കളിക്കുന്നത്? വീഡിയോ കാണിക്ക്, എന്നാലും ഇവന്മാര് വിശ്വസിക്കൂ. ഇതിന്റെ പറയുന്ന വീഡിയോ എടുത്തു. ഇതെല്ലാം ഇപ്പാണോ ഇതാക്കാൻ നിൽക്കുന്നത്? ഇതിപ്പോ എന്തായാലും നിങ്ങളൊന്ന് വിശ്വസിക്കുക, അല്ലാണ്ട് ഇതാക്കാൻ കഴിയില്ല. ഇതിന്റെ വീഡിയോ ഉണ്ട്, ഇതിന്റെ വീഡിയോ കണ്ടാ വിശ്വസിക്കല്ലടാ. ഒന്ന് കാണിച്ചു കൊടുക്കടാ. ഇത് ഓർത്തു ആ വീഡിയോ. ഇതെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വന്നാ മതിയായിരുന്നു. പുല്ല്. യവന്മാരുടെ സ്ട്രീമിന്റെ ഉടനീളം ഇത് തന്നെയാണ്. വീഡിയോ എടുത്ത് കാണിച്ചോട്ര, എന്തെങ്കിലും കാണിച്ചോട്ര. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവന്മാര് പറയുന്നത് പ്ലാൻ ചെയ്തിട്ടല്ല വന്നെന്നാണ്. പക്ഷെ ഈ വോയിസ് കാണിക്കുന്ന സമയത്ത് വോയിസ് ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണിക്കും. എന്നിട്ട് അവന്മാര് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് സബ്ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് സബ്ടൈറ്റിൽ ഉണ്ടാക്കിയേക്കാണ്. എന്നിട്ട് ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ യവന്മാർക്ക് അത് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാതായി പോയി. ഒന്നാമത്തെ കാര്യം, ഇവനൊന്നും പ്രോപ്പർ പ്രസന്റേഷൻ ഒന്നും അറിയില്ലെന്നാ തോന്നുന്നത്. തൊപ്പി എന്നൊക്കെ പറഞ്ഞ പ്രസന്റേഷൻ ഒക്കെ അവന്റെ വേറെ ലെവലാ. ഉള്ള കാര്യം പറയാമല്ലോ. അവൻ അറിയാം കൃത്യമായിട്ട് ഓഡിയൻസിനെ എങ്ങനെ കയ്യിലെടുക്കണം, അവൻ ആൾക്കാർ എവിടെ കൈയടിക്കും എന്ന് വളരെ കൃത്യമായിട്ട് അവൻ അറിയാം. ആ രീതിയിലുള്ള കാട്ടവരാധം കാണിക്കാൻ അവൻ ബ്രില്യൻ്റാ മാനിപ്പുലേറ്റ് ചെയ്യാൻ. പക്ഷെ ഇവന്മാർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. സ്ട്രീം ചെയ്തിട്ടുള്ള വലിയ ഇതൊന്നും ഇല്ല. ചുമ്മാ താളം അടിച്ച് നിൽക്കാണ്. ഇവന്മാര് വന്നിട്ട് എടാ അത് കാണിക്കുക, ഇത് കാണിക്കുക, അത് കാണിക്കുക, വീഡിയോ കാണിക്കുക, മറ്റേത് കാണിക്കുക, മറിച്ചത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കാണിക്കുന്നില്ല. ഈ വോയിസ് മാത്രമേ വെക്കുന്നുള്ളൂ. ഈ വോയിസിന്റെ ഒക്കെ വീഡിയോ ഇവന്മാരെ ഉണ്ടെന്ന് പറയുന്നു, എന്നിട്ട് ആ വീഡിയോ കാണിക്കുന്നില്ല. ഇത് ഇവന്മാർക്ക് ഈ സബ്ലൈറ്റിൽ കയറ്റി ഈ വോയിസ് ഉണ്ടാക്കുന്ന സമയം മതിയല്ലോ ആ വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവന്മാർ ഈ ഒരു ലൈവ് കാണാൻ വേണ്ടി 1,00,000 ആൾക്കാർ വന്നതാണ്. ഞാൻ നോക്കിയ സമയത്ത് 100+ വ്യൂവർഷിപ്പ് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ തൊപ്പിയുടെ ലൈവും 100+ വ്യൂവർഷിപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവന്മാര് ചെയ്യുന്ന കാര്യം ഇവന്മാർക്ക് പോലും അറിയത്തില്ല എന്തൊക്കെയാണ് ഇവന്മാർ കാട്ടിക്കൂട്ടുന്നതെന്ന്. അത് കഴിഞ്ഞ ശേഷം ഇവന്മാരുടെ ആ ഒരു വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് രാജ്യം കുറഞ്ഞു. എന്തൊക്കെയോ വലിയ മറിക്കുമെന്നും പറഞ്ഞ് വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അപ്പോഴത്തേക്ക്. പക്ഷെ തൊപ്പിയുടെ ലൈവ് കാണണം. 2 മണിക്കൂറും ഇല്ല, സിനിമ പോലെ ആൾക്കാരിന്ന് കാണും. അത്ര എൻഗേജിങ് ആയിട്ട് അവന്റെ ഇമോഷൻസ്, ദേഷ്യം അവരെല്ലാം വെച്ചിട്ടാണ് ചെയ്തത്. അത് ആളുകളെ വിശ്വസിപ്പിക്കും. ഇവൻ ഉടായിപ്പാണെന്ന് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ അയ്യോ പാവം തൊപ്പി എങ്ങനെ തോന്നിപ്പോയടാ. സീരിയസ്ലി അങ്ങനെ തോന്നുമ്പോഴേ നമുക്കറിയാം ഇവൻ ഉടായിപ്പാട്. അങ്ങനെ അറിയാമെങ്കിൽ പോലും നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു കഴിവുണ്ടല്ലോ, അത് വല്ലാത്തൊരു കഴിവാണ് കേട്ടോ. ആ ഒരു കഴിവ് തൊപ്പിക്കുണ്ട്. അത് ഇവന്മാർക്കില്ല, പ്രസന്റേഷൻ സ്കില്ലില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ഇവന്മാര് ഒരുപാട് വോയിസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ മുനുവിന്റെ വോയിസ്, റാംബോന്റെ, തൊപ്പിയുടെ ഒക്കെ വോയിസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർക്ക് അറിയായിരുന്നു ഓൾറെഡി തൊപ്പിയുടെ കയ്യിൽ നിന്ന് പണി കിട്ടും. അന്നേരം ഇവന്മാർ കുറെ നാൾ ഈ തൊപ്പിയുടെ കൂടെ നല്ല ടൈംസിലായിട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഇവന്മാര് ഇവനെതിരെ ഉള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരുന്ന് നിൽക്കുമായിരുന്നു, ഇവനിട്ട് പണിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? അതെല്ലാം ഇപ്പൊ ഈ വോയിസ് ആയിട്ട് പുറത്തു വന്നേക്കുന്നത്. ഇവന്മാർ ഓരോ കന്നന്തിരിവ് കാട്ടിക്കൂട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമല്ലോ. ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നും അല്ല, ഓഫ് ദ ക്യാമറ അല്ല ഇപ്പൊ സംസാരിക്കുന്നത്. പരത്തെറി വിളിച്ച് ഡാർക്കസ്റ്റ് ഓഫ് ദ ഡാർക്കസ്റ്റ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുന്നത്. നമ്മളൊന്നും അത്ര സംസാരിക്കാറൊന്നുമില്ല. ഇവന്മാരുടെ ലെവലിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, അതൊക്കെ സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. ഇതൊന്നും പുറത്തു പോവില്ല, ജനങ്ങൾ കാണില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് ഇത് സംസാരിക്കുന്നത്. പക്ഷേ ഇവന്മാർ അതാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിടികിട്ടിയോ? ഇവന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാളെ തൊപ്പി ഇവന്മാർക്കെതിരെ തിരിയും, ഇതൊക്കെ ആവശ്യം വരും എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, സെയിം ടൈമിൽ ഇവന്മാര് തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവന്മാരും ഇതിന്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഇവന്മാര് മുക്കിയിട്ടുണ്ടാവും. അതൊന്നും പുറത്തു വിടത്തില്ലല്ലോ നമുക്കെതിരെയുള്ളതൊന്നും. അതുകൊണ്ടാണ് തൊപ്പി ദുബായി പോയ സമയത്ത് അവന്റെ റൂമിൽ കയറിയിട്ട് ഈ രീതിയിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തത്. പിടികിട്ടിയ? മേ ബി അതുകൊണ്ടായിരിക്കണം. ചിലപ്പം അതിനകത്ത് തൊപ്പി വെച്ചിട്ട് പോയതായിരിക്കണം, അല്ലെങ്കിൽ ഇവന്മാര് വെച്ചിട്ട് എടുത്തതായിരിക്കണം. ഈ 2 സാധ്യതകളാണ് അതിനകത്തുള്ളത്. എന്ത് സാധ്യത, എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും യവന്മാരെല്ലാം ഉടായിപ്പ, യവന്മാരെല്ലാം കള്ളും കഞ്ചാവും തന്നെ. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഹനാൻ ഷായുടെ ഇഷ്യൂവിലോട്ട് വരാം. ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോടാ? ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? അനാൻ ഷാന്റെ കൂടെയുള്ള ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ, മനസ്സിലായോ? ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ ഇറാനി പോളാന്ന് പറഞ്ഞ ഒരു നോമ്പിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നോമ്പിന്റെ സമയത്ത് ഇവൻ ഇത് പറയണം എന്ന് ആലോചിക്കണം. നോമ്പിന്റെ സമയത്താണ് ഇവൻ ഇത് പറയുന്നത് ആലോചിക്കണം. നോമ്പിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ സമയത്ത് ഇവൻ ചെയ്ത പരിപാടി എന്താ അറിയോ? വ്ളോഗ് വെച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ കുത്തിയാൽ മതി. എല്ലാവരും ഹെഡ്ഫോൺ കുത്ത്, അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കൂല. ഹെഡ്ഫോൺ കുത്തിയിട്ട് ഇത് കേക്ക്, ഹെഡ്ഫോൺ കുത്തിയിട്ട്, മനസ്സിലായോ? അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പറയുന്ന വോയിസ് ഉണ്ട്. ഓൻ പറയുന്ന എന്താന്ന് മനസ്സിലായോ?
ആരെ കുറിച്ചാ പറയുന്നത്? ഹനാൻ ഷാന്റെ കൂടെയുള്ള ഓന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ കുറിച്ചിട്ട് ഇവൻ പറയുന്നത്. ഇതും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിണ്ടല്ല, കേരളമേ നിന്റെ എല്ലാം വീട്ടിൽ കയറി. അപ്പം ഹനാൻ ഷായുടെ ഇഷ്യൂ ഇതാണ്. ഹനാൻ ഷാന്റെ ഒരു വ്ളോഗ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊപ്പി ഒരു ഡയലോഗ് അടിക്കുന്നു ഒരു സ്ത്രീയെ പറ്റി. ഹനാൻ ഷായുടെ കൂടെയുള്ള ഒരു സ്ത്രീയെ പറ്റി വളരെ മോശമായിട്ടുള്ള ഒരു ഡയലോഗ് അടിക്കുന്നു. അതിൻ്റെ വോയിസ് റെക്കോർഡാണ് ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. അത് അത്ര ക്ലിയർ ഒന്നുമല്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഹനാൻ ഷാന്റെ വോയിസ്, ആ ഒരു വീഡിയോയുടെ വോയിസ് കേൾക്കാമെന്നും പറയുന്നു. ബട്ട് അത്ര ക്ലിയർ അല്ല. നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ നോക്കേണ്ട ആവശ്യം വരും. അതൊന്നും ഇതിനകത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതെന്തിലേക്ക് ആവട്ടെ. അപ്പം സംഭവം ഇതാണ്. ഇതൊക്കെ വേണമെങ്കിൽ തൊപ്പിക്ക് സിമ്പിളായിട്ട് ഒന്ന് തള്ളാവുന്നതേ ഉള്ളൂ. അത് വേറൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വായന അപരാധം പറഞ്ഞതാണെന്നുള്ള രീതി. ഇതിനകത്ത് രണ്ട് പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, പബ്ലിക്കായിട്ട് തൊപ്പി ഒന്ന് പറഞ്ഞൊരു കാര്യമല്ല, വളരെ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞതാണ്. പ്രൈവറ്റ് ആയിട്ട് പല ആളുകളും പല തരത്തിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഡാർക്കസ്റ്റിന്റെ അങ്ങേയറ്റം എക്സ്ട്രീം കാര്യങ്ങൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു സാധനമാണ് ഇവന്മാരെടുത്തിട്ടത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അതൊരു പബ്ലിക് സ്റ്റേജിലും ആരെയും മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നും അല്ല. പക്ഷെ ഇവന്മാർ ഇവിടെ ചെയ്തത് എന്താണ്? അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എടുത്ത് പബ്ലിക്കലി ഇട്ടു, ആ സ്ത്രീയെ നാണം കെടുത്തി. ഇത് പുറം ലോകം അറിയാതിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ട്. ഇത് കേൾക്കുന്ന ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള കാര്യമാണ് തൊപ്പി ആ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഞാൻ ന്യായീകരിക്കൊന്നും അല്ലേ, അവൻ പറഞ്ഞ തന്തയില്ലായ്മ പറഞ്ഞത്, അതിനെ ന്യായീകരിക്കൊന്നും അല്ല. ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവന്മാരുടെ പേഴ്സണൽ ഒരു ഗ്രഡ്ജിന്റെ ഇടയിലോട്ട് മൂന്നാമത്തെ ഒരു സ്ത്രീയെ പിടിച്ചിട്ടിട്ട്, ഹനാൻ ഷാന്റെ കൂടെ അവന്റെ കൂട്ടുകാരന്റെ വൈഫ് എന്ന് പറയുന്നത്, അവരെ പിടിച്ചിട്ട് അവരുടെ പേരടക്കം ഇതിനകത്ത് പറയുന്നുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് ഇതായിരിക്കും തോന്നുന്നത്? ഇവൻ ഈ മാതിരി കന്നന്തിരിവ് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് അന്നേരം അവരെ വീണ്ടും ഇതിനകത്തോട്ട് പിടിച്ചിട്ടിട്ട് അവർക്കൊരു ഇത് ഉണ്ടാക്കുമല്ലേ, അവർ കേസിന് പോകാൻ വേണമെങ്കിൽ അവർക്ക്. അന്നേരം ഇവന്മാരുടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് മറ്റവൻ മോശക്കാരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ത്രീയെയും കൂടെ ഇതിനകത്തോട്ട് പിടിച്ചിട്ട് അവരെ ഇതാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിനകത്ത് തൊപ്പി പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞ കാര്യം ഇവന്മാർ വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. ഇത് രണ്ടും തെറ്റാണ്. അപ്പൊ അതാണ് ഹനാൻ ഷാന്റെ ഇഷ്യൂ. അത് കഴിഞ്ഞ് ഈ മുനു എന്ന് പറയുന്നവൻ, നമ്മുടെ സത്യം മാത്രം പറയുന്ന മുനു, സത്യവാൻ, ലോകത്തിൽ സത്യം മാത്രം പറയുന്ന ഒരേ ഒരു വ്യക്തി, ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി മുനുവാണ്. അത് MRC ഗാങ്ങിൽപ്പെട്ട മുനുവാണ്. മുനു തൊപ്പിയെ അവരാധിക്കുന്ന ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനത് വെക്കാവേ. അത് വലിയ കാര്യമൊന്നുമില്ല, വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, എന്തായാലും ഒന്ന് വെക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ ചോറിൽ അത് മണ്ണുവാരിയുള്ള പരിപാടിയിലേക്ക് വരും. ചോറ് ഒന്നാമത് ഇടും, ചോറിനെ കിട്ടുന്നില്ല. അതെ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നാമത് ഇവിടെ ചോറിനെ കിട്ടുന്നില്ല, ഒന്നാമത് പൈസ കിട്ടുന്നില്ല. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ചോറാ കിട്ടുന്ന, ആ ചോറിലും കൂടി മണ്ണ് വാരി ഇടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. നിന്നോട് ഞാൻ പറയാം, നിന്നോട് എനിക്ക് യാതൊരു ഇതും ഇല്ലാട്ടാ. എടാ, ഞാൻ ആരും ഒന്നും പറയുന്നില്ലല്ല, ഞാൻ ആരോടൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ആകത്തുനിന്ന് കുറച്ച് ചോറാണ്, ആ ചോറിനും കൂടി കണക്ക് പറഞ്ഞു എന്നടുത്ത്. മുനു കഴിച്ച ഫുഡിന് കണക്ക് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. മുനു ഇപ്പൊ അടുത്തേക്ക് ചാടി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പൈസ ഇതുണ്ടാകുമ്പോ എല്ലാവരും അങ്ങനെയൊന്നും തന്നെയാണ്. അപ്പൊ മുനു അങ്ങോട്ടേക്ക് ചാടി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചു. ഈ ഓഡിയോ കടന്നതിന്റെ കണക്കൊരു അവിടെ ഇരുന്നിന്റെ കണക്കൊരു ചിലപ്പോൾ ഞാൻ എന്താ പറയാ വെറുതെ ആ ഏരിയയിലൊന്നും അവിടെ നീ ഏരിയയിൽ വന്നില്ല, ഏരിയയുടെ കണക്ക് കൂടി പറയുന്നു. കേൾക്കാൻ താല്പര്യമില്ലടാ, വേണ്ട. എന്തിനാ നീ കണക്കുകൾ കൊറേ കണക്ക് കൊറേ ഇതും അത് എന്തിനാന്ന് പറഞ്ഞാൽ കേൾക്കാനാക്കുന്നത്? അമ്മേന്റെ കണക്കാണ്. ഇത് പറഞ്ഞിട്ടില്ലാന്ന് മുനു പറയട്ടെ, ഇത് അവൻ പറഞ്ഞിട്ടില്ലാന്ന് മുനു പറയട്ടെ. അപ്പം തൊപ്പിയെ പറ്റി മുനു പറഞ്ഞ കാര്യങ്ങളാണ് തിന്ന ചോറിന് വരെ കണക്ക് പറയുന്നതെന്ന് മനസ്സിലായോ? അപ്പം ഇവന്മാര് കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ വന്ന് പറഞ്ഞ തൊപ്പിക്കെതിരെ പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ ശരിയാണ്. ഇതിന്റെ കൂടെ ഇതുണ്ടായിരുന്നല്ലോ, ഈ ഷാജഹാൻ പോയിട്ട് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ തൊപ്പിയുടെ വീടിന്റെ ഫ്രണ്ട് നിന്നിട്ട്, ഇറങ്ങി വാടാ തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് തൊപ്പിയും ഈ ഇവിടെ വന്നു കഴിഞ്ഞ് ഇടിക്കും എന്ന് പറഞ്ഞ റാംബോ അടക്കം ആ വീടിനകത്തുണ്ടായിരുന്നു എന്നാണ് ഇവന്മാര് പറയുന്നത്. എല്ലാം പേടിച്ച് അതിന്റെ അകത്ത് റാംബോ എന്താ കക്കൂസികറിയെ കണ്ട് വിളിച്ചിരുന്നത് ഇവന്മാര് പുറത്തു വന്ന് വെല്ലുവിളിച്ചോണ്ടിരുന്നപ്പോ. വലിയ വീരശൂര പരാക്രമികളാന്ന് പറഞ്ഞിട്ട് കക്കൂസിക്കറിയെ കണ്ട് വിളിച്ചിരുന്നതെന്ന്. പിന്നെ ഈ ലൈവ് കുറച്ച് ഓൺ ആയത് ജാസി വന്നപ്പോഴാണ്. ജാസി വന്ന് കരഞ്ഞു മെഴുകിയിട്ടുണ്ടായിരുന്നേ. ഫോർച്യൂണർ ഞാൻ ഇതാക്കി. ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ആരെങ്കിലും ആ ഫോർച്യൂണർ എവിടെയും കണ്ടോ എടുത്ത് വീഡിയോ ഇടണം കേട്ടാ. എന്റെ ഉമ്മ സത്യം 2 മാസമായിട്ട് ഞാൻ വണ്ടി കണ്ടിട്ട് പോലുമില്ല, തെളിയിക്കാൻ. കഴിഞ്ഞ വീഡിയോയിൽ തൊപ്പി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവന്റെ ഫോർച്യൂണർ ഷമീറിന്റെ പേരിലാണ്. ഷമീർ ആ ഫോർച്യൂണർ കൊണ്ടുപോയി, തൊപ്പിയുടെ കയ്യിൽ ആ ഫോർച്യൂണർ ഇപ്പോൾ ഇല്ല, അത് ഷമീറാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൈസ എന്നാൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഷമീർ പറയുന്നതെന്നാണ്. ഷമീർ വന്നിട്ട് പറയുന്നത് അവൻ ഇപ്പോൾ ആ ഫോർച്യൂണർ കണ്ടിട്ട് പോലും ഇല്ല, അവന്റെ കയ്യിൽ അതില്ല, അതിപ്പോഴും സ്റ്റിൽ തൊപ്പിയുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഇവരുടെ ഈ ലൈവിന്റെ ഇടയിൽ തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക്, അതും കാണിക്കുന്നുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ഭാഗത്ത് വെച്ചിട്ടങ്ങാണ്ട് ആ ഫോർച്യൂണർ ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരൻ കണ്ടു. ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ അയച്ച മെസ്സേജ് ഇവരുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. വാട്ട് എവർ, എന്തെങ്കിലും ആവട്ടെ.
എന്തിനാ നീ അതെ പച്ചക്കള്ളം കഴിഞ്ഞ ലൈവിൽ വന്നിട്ട് പറയുന്നത്? പച്ചക്കള്ളം എന്താ ഫോർച്യൂണർ ഷമീറിന്റെ അടുത്താ പോലും റാംബോ കൊണ്ടുപോയിട്ട് തിരുവനന്തപുരത്ത് അവന്റെ റീല്, പിന്നെ അതേപോലെ തന്നെ സ്റ്റോറികൾ, പല ചെക്കന്മാർ ഫോട്ടോ എടുത്ത് തിരുവനന്തപുരത്ത് പല ഹോട്ടലിൽ റൂമിൽ ഇതെല്ലാം കാണുന്നില്ല. എന്നിട്ട് എന്തിനാ പച്ചക്കള്ളം പറയുന്നത്? 2 മാസത്തിനുള്ളിലായിട്ട് ചലഞ്ച് ചെയ്യാ. നീ ഇത് കാണുന്നത്, നീ ഇതിന് ഇത് തരാം. 2 മാസമായിട്ട് ഈ ചെങ്ങായി അതിന്റെ ഏതെങ്കിലും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാല് ഓക്കെ എടാ മമ്മു ഒന്നാ ഫോന്നോട്ടെ. അപ്പോൾ ഫോർച്യൂണർ കഥ അതാണ്. ഈ തൊപ്പി, ഞാൻ പറയാം, തൊപ്പിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. എന്തെങ്കിലും പ്രൂഫ് കാണിച്ചാൽ തന്നെ അത് ആളുകൾ വിശ്വസിക്കാൻ തരത്തിൽ അത് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. ഉള്ള കാര്യം പറയാം, തൊപ്പി സ്ക്രിപ്റ്റിന്റെ ആശാനാണ്. കേരളക്കാരെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വരുന്നവനാണ് അവന്റെ ഓരോ ഗ്രോത്തും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ തുടക്കം തൊട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് ഇനി കീറി മുറിച്ച് പരിശോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന്റെ സ്ക്രിപ്റ്റിന്റെ ബലം മനസ്സിലാവും. ഇവൻ കൊടുക്കുന്ന ഗിവ് അവേ, ഇവൻ നടത്തുന്ന ചാരിറ്റി, എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ജാസിക്ക് പറയാനുള്ളത് കേൾക്കാം. ജാസി മരുന്നാണെന്നാണല്ലോ തൊപ്പി പറഞ്ഞത്. നമ്മൾ പെരുന്നാൾക്ക് നാട്ടിൽ പോയിട്ട് ഇത് ഈ ഫോൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോൺ ഞാൻ അവിടെ യൂസ് ചെയ്ത ഫോണാണ്. ഇവൻക്ക് ഇപ്പോൾ എവിഡൻസ് ആയിട്ട് പറയുന്ന കേൾപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി എൻ്റെ കോൾ റെക്കോർഡുകളാണ്. ഞാൻ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ റെക്കോർഡാണ്. ഞാനോട് ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു ഡിക്ലറേഷൻ പറയാം, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫുൾ വോയിസ് കേൾപ്പിക്കാൻ. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവിടെ ചോദിച്ചു ഇവൻ കാര്യം പറഞ്ഞു, ഇവനടുത്തൊരു 350 റുപ്യ, ഞാൻ 3000 സംതിങ് റുപ്യ ഉണ്ടായിരുന്നു, ആ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഷമീറിനോട് എന്തിനു ചോദിച്ചു, ഓലക്കെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നൈസായിട്ട് അങ്ങ് ആരാ ഇത് കട്ട് ചെയ്ത് അതിൻ്റെ ബേക്കിൽ ആരാന്നറിയില്ല, നീ അതിന് അത്രയും മാസം പറയുന്നത് ആയിക്കൂലേ, നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത്. എടാ ഞാൻ ഇന്നവർ ഈ സാധനം യൂസ് ചെയ്യില്ല, അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ എപ്പം എവിടെ കണ്ടു കഴിഞ്ഞാൽ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും. അതായത് എടാ എന്തിനാണ് വെറുതെ, ഞാൻ ഒരു മമ്മൂനോട് ഞാൻ പറഞ്ഞു, എടാ മമ്മു അവിടുന്ന് ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണ്ടേ, നമ്മുടെ കാര്യങ്ങൾ അടിപൊളിയാക്കണ്ടേ, വീഡിയോസും റീലും കാര്യങ്ങളും വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണ്ടേ, എന്തിനാടാ ഇതിനു വേണ്ടി പൈസ കൊടുത്തത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഭാഗം ആ വീഡിയോയിൽ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഈ മമ്മു ഒക്കെ അതിനുവേണ്ടി പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നുണ്ടായിരുന്നു എന്നല്ലടാ അതിന്റെ ധ്വനി. അപ്പം തൊപ്പി കുമാരെ കൊണ്ട് സാധനം തീറ്റിച്ചു എന്ന് പറയുന്നതിലും ഭേദം നീമാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അത് കണ്ട് നീയൊക്കെ യൂസ് ചെയ്തു, അത്രേ ഉള്ളു. തൊപ്പി ഒരു നിമിത്തമായെന്ന് മാത്രം. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുമാർക്ക് ഇതിന്റെ പരിപാടി ഉണ്ടായിരുന്നു, അതല്ലടാ പറഞ്ഞത്. അത് കട്ട് ചെയ്ത് പിന്നെ ഞാൻ യൂസ് ചെയ്തെന്നുള്ള രീതിയിൽ ആ നീ ഇത് കാണുന്നുണ്ടാടാ, നിനക്കെന്നെ അറിയാം ഞാൻ അവിടുന്ന് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാളാണ്. എന്തിനാടാ പച്ചക്കുള്ള ആൾക്കാരെ മുമ്പ് പോയി പറയുന്നത്? ഞാൻ എന്താ ഇന്ന് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തല സാറോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അഡ്വാൻസ് ടെസ്റ്റോ പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതാ എൻ്റെ മേത്ത് ടെസ്റ്റ് ചെയ്തോ, ഞാൻ തയ്യാറാണ്. ഞാൻ എടുത്ത പബ്ലിക്കലി ഞാൻ പറയാം. ഇല്ല നീ എന്തോടെ ഗിനിപ്പന്നിയോ നിന്റെ ഇടയത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഞാനിപ്പോ അവസാനമായിട്ട് എടുത്തൊരു ഫോണുണ്ട്, ഐഫോൺ. എൻ്റെ മാക്ബുക്കും ക്യാമറയും വിറ്റിട്ട് പിന്നെ ഈ സിനിമന്റെ കിട്ടിയ പൈസയും കൂടി കൂട്ടിയിട്ട് എടുത്തൊരു ഫോണാണ്. ഈ ഫോൺ ഞാനങ്ങ് തരും, എന്തെങ്കിലും പിടിക്കപ്പെട്ടെങ്കിൽ. എന്റെ നീ ആദ്യം ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒരു 6 മാസത്തെ 1 വർഷത്തെ ഡ്യൂറേഷനിലെ ടെസ്റ്റ് ഓപ്പറേഷൻ തൂഫാൻ ഞാൻ വെല്ലുവിളിക്കുക. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ടീമിനോട് മുടി വേണോ ഉമിനീര് വേണോ എന്താ വേണ്ട കൊണ്ടുപോയിക്കോ. കാരണം എന്താണ്ട് ഇത്ര ഇതിൽ പറയുന്നവരടാ, എടാ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നീ അതിന് ഇതേപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എടാ നീ എന്തിനാടാ വെറുതെ കള്ളത്തിൽ ആൾക്കാർ മുമ്പിൽ പറയുന്നത്? എടാ ഒറ്റ കാര്യം പറയാനുള്ളൂ, നീ അത് ഇന്നലെ അടു പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രൂഫ് ഉണ്ടെങ്കിലും ഓനേക്ക് അയക്ക്. ഇതാ എനിക്കയക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ ഇന്നലെ വിളിച്ച് 3 മണിക്ക് കറിയാണ്. ആരെങ്കിലും പൈസ തരും, വീടിൻ്റെ ആധാരം ഞാൻ പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഒരിക്കൽ എത്ര പൈസ വേണ്ട ഞാൻ ആ പൈസ തരും. 5 പൈസ കൈമല്ല. പക്ഷെ പറയുന്ന കാരണം എന്താ അറിയാം, നമ്മൾ മാത്രം അതും എന്തെങ്കിലും ഞാൻ ഇത്ര റോങ് ആയിട്ടോ എനിക്കറിയാം, കുറച്ച് സാധാപത്തോടു കൂടി പറഞ്ഞാൽ മാത്രമേ ആൾക്കാരെ കണ്ണിൽ ഇതാക്കാൻ പറ്റൂന്ന്. നീ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ജാസ് ഇന്നേവരെ ഇതേപോലെ നിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല. നീ വളാഞ്ചേരിയിൽ നിന്ന് ആ റാംബോനെ കൊണ്ട് എൻ്റെ കഴുത്തിന് ഇവിടെ മുറിയായിട്ട് നീ എന്താണ് എന്നോട് പറഞ്ഞത്? കാണിച്ചേരടാ നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? കേരളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റെടുക്കും, എൻ്റെ അടുത്ത് എവിഡൻസ് പ്രൂഫ് ഉണ്ട് എന്നല്ല. എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ അവരെ മുമ്പിൽ നിനക്ക് നിന്റെ ബ്ലഡ് മൂത്രം ഈ മുടിനാരൊക്കെ കൊടുക്കാൻ പറ്റൂടാ. രമേശ് ചെന്നിത്തല സാറെ ഞാൻ പറയുന്നു, ബാംഗ്ലൂരിൽ ടാറ്റൂവിന്റെ പ്രൊമോഷന് പോയ സമയത്ത് ഈ ഡാഷ് മോൻ അവിടുന്ന് ഒരു സാധനം, ഒരു കൊമള, അതിൽ ആസിഡ് ഒഴിച്ചിരുന്നോ സാധനം, ആ കൊമള വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ആ കൊമളയെ കൂടി ഇങ്ങനെ വലിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേറ്റം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് മെഴുകുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരാൻ നിനക്കൊക്കെ പറ്റുവാണെങ്കിൽ തൊപ്പി തീർന്ന് ഇവന്റെ കള്ളം നീമാർക്ക് കംപ്ലീറ്റ് പൊളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനം നീമാർ കൊണ്ടുപോവാ. അപ്പം ഈ കാണുന്ന ആളുകൾ മൊത്തം വിശ്വസിക്കും ഇവന്റെ കള്ളത്തരം, ഇവന്റെ മാനിപ്പുലേഷൻ എവിടം വരെ ഉണ്ടെന്ന്. ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
അവൻ ഇതിന്റെ അപ്പുറം മാനിപ്പുലേറ്റ് ചെയ്യും. നിന്റെയൊക്കെ നാക്കിനേക്കാളും ഒരു 10 ഇരട്ടി നീളമുള്ള നാക്കാണ് അവൻ്റെത്. എനിക്ക് ചോര ഇപ്പം തരാം. രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും. പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ആളുകൾ രമേശ് സാർ ഒരു തൂഫാൻ വേണ്ടി ഇറങ്ങിയിട്ട് യവന്മാരെ പൊക്കിയാ മതി. എല്ലാത്തിനും തൂത്ത് തുറക്ക്. അവിടെ മമ്മൂരിക്കുന്ന അവനൊക്കെ അടിച്ച് കിറങ്ങിയിരിക്കാൻ തോന്നുന്നു. അവനൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികളടക്കം എന്റെ വീഡിയോ കണ്ടിട്ട് വൈതെറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അല്ലാണ്ട് കുറെ ആൾക്കാർക്ക് വയറ്റിലുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇപ്പൊ ദുബായിൽ നിന്ന് വിളിച്ചിന് ഒരാൾ വിളിച്ച് നമുക്ക് എന്തോ ബാക്കി കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു പ്രൂഫ് എന്താണെന്നറിയാം, ഒരു ദുബായിൽ പ്രൊമോഷൻ ഞാൻ ഷമീറായിട്ട് കാണിച്ചെന്നില്ലേ, പ്രൊമോഷൻ പോയിട്ട് അവിടുന്ന് CCTV ഫൂട്ടേജ് ഉണ്ട്. ഈ എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. അവസാനം എന്താക്കിയെന്ന് അറിയാം, ചങ്ങായി പറഞ്ഞ് 25,000 രൂപ തന്നാൽ തരാം. നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു 30,000 രൂപ തരാൻ നമ്മൾ പറഞ്ഞു പോയി. ഗതികോടുണ്ട്. തൊപ്പിയുടെ CCTV ഫൂട്ടേജിന് ഇപ്പൊ പൊന്നും വിലയാ. തൊപ്പി കല്ല് കഴിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ഇപ്പം പൊന്നും വില കിട്ടും. അയച്ചു കൊടുത്തോ. ദുബായി നാരണ്ട് വിളിച്ചെന്ന്. ഇവൻ ദുബായി പോയ സമയത്ത് ഈ ഐറ്റം വലിച്ചു കയറ്റിയതിന്റെ CCTV ഫൂട്ടേജ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിനെ പറ്റിയാ പറഞ്ഞത്. മേടിച്ച് കൊടുക്കാൻ നമുക്ക്. എന്നിട്ട് അവസാനം ഡീലാക്കി തോന്നുന്നു. അതിന്റെ ഫൂട്ടേജ് കിട്ടിയില്ല. എടാ നീയാത് എവിടുന്നെങ്കിലും യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്നയച്ചാ എന്റെ ഉമ്മ. ഇത് മറ്റേ ജോർജ് കുട്ടിയുടെ സാധനം എനിക്ക് ഓർമ്മ വരുന്നത്. ഗവന്മാർക്ക് അയച്ചു കൊടുത്താൽ ചിലപ്പം 10,000-25,000 രൂപ കിട്ടത്തുള്ളു. ഇത് നേരെ തൊപ്പിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് ഒരു 0 കൂടെ വീഴും. മനസ്സിലായോ? അതിന്റെ അപ്പുറത്ത് ഒരു 0 കൂടെ വീഴും. അതുകൊണ്ട് ദൃശ്യത പറയുന്നതിനോട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് പകരം ജോർജ് കുട്ടി ചേട്ടനെ വന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്ന പോലെ ആവും. രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എന്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അടക്കാണ്. ഞാൻ ഡയറക്ടർ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് രൂപയാണ് അതിന്റെ പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 രൂപ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് രൂപയാണ് ഇത് കിട്ടിയത്. അത് എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് എന്താണ് പറഞ്ഞത്, ജാസിക്ക് പ്രൊമോഷൻ. എടാ ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്നറിയോ? എടാ ഞാൻ അത് പറയുന്നില്ല. എന്തായിക്കോട്ടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ. എന്റെ ഫീലിംഗ്സ് ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ. കാരണം എന്താ അറിയാ, 5-6 മാസം ഞാൻ നിങ്ങൾക്ക് ചിരിക്കൂടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ടില്ലടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് 1 ഉറുപ്പ്യ സാലറി. ഞാൻ ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന സമയത്ത് 5-6 മാസം കൃത്യമായിട്ട് എപ്പോഴും അധികം ലൈവ് ഉണ്ടായിന്. ആ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്, രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 3-4 മണിയാവും. ആ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ ഒരു 10 മണി 11 മണിക്ക് എണീക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ്, അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തിൽ ഫുഡ്. ഇതുപോലെ പല സമയത്തിലടാ, എനിക്ക് 1 മാസം പരിപാടിയോ കാര്യങ്ങളൊന്നുമല്ല. എടാ എന്തിനാടാ ഞാൻ 2-3 പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ചെയ്തില്ല. ഇന്നും എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നേരത്തെ ഷമീറിന്റെ ഒരു വോയിസ് കേട്ടല്ലോ, പോയി അലക്കട അതാക്കട ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ട പറഞ്ഞിട്ട്. ഇതുപോലെ പല സമയത്ത് എനിക്ക് 1 മാസം ഇവൻ ബാൻ തരും എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ. ഇല്ല സ്പിൻ വീലിന്റെ ആ ബെയറിംഗ് ശരി. ഇവൻ പച്ചക്കള്ള എന്തിനാ പറഞ്ഞ ആ സ്പിൻ വീല് ശരിയാക്കിയ നീയാതെ ഞാനാണടാ. സ്പിൻ വീല് ശരിയാക്കി. എന്തിനാടാ കള്ളത്തരം പറയുന്നത്? ഉളുപ്പില്ലാത്തവൻ. അത് എവിടെ കറങ്ങണം എവിടെ നിൽക്കണം എന്ന് നീ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തില്ലടാ. ഈ ഷമീർ ഷഡിട്ട് തുള്ളാന് ഞാനല്ലടാ സെറ്റ് ചെയ്തത്. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാടാ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ സ്ക്രിപ്റ്റും എടാ എത്രത്തോളം നിനക്ക് ചാക്കിട്ട് വാരി നിനക്ക് ഇതാക്കാൻ പറ്റൂടാ. നീ എത്ര പൈസ വേണമെങ്കിലും ഇറക്കിക്കോ. നീ നോയിക്കോടാ. നിന്റെ 1 ഡേ എന്ന് പറയുന്ന ആ സാധനം, നിന്റെ 1 ഡേ എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇതിൽ എനിക്ക് ഹെയ്റ്റ് തന്നാലും വേണ്ട എന്ത് തന്നാലും വേണ്ട, നിന്റെ 1 ഡേ എന്നുള്ള സാധനം ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മുഖം മൊത്തത്തിൽ വീയോടാ. നീ വയറ്റുണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് അവർക്ക് എത്ര പൈസ കൊടുത്ത് നീ സെറ്റിൽ ചെയ്ത് ഇന്ന് പുറത്ത് വരണ്ട. ഞാൻ അവർക്ക് ബാൽക്കണി ഇരിക്കുമ്പോൾ കേട്ടതാ 50,000 രൂപ ചോദിച്ചിട്ട് റാംബോ ഡീൽ ചെയ്തത്. നീ ഒരിക്കലും ഭർത്താനം പറ്റില്ല. 50,000 രൂപ അയച്ചു കൊടുത്തത്. അത് കേൾക്കുന്ന ഇവന് വയറ്റിലുണ്ടാക്കി കൊടുത്ത എല്ലാ ആൾക്കാരും ദയവ് ചെയ്തിട്ട് ഓൻ്റെ അടുത്ത് എന്തായാലും പൈസ കിട്ടിയല്ലോ, ഇനി വേണമെന്നിട്ട് നമ്മളും തരാം. ഓൻ ചെയ്ത കാര്യങ്ങൾ അതിന്റെ പ്രൂഫും ഓൻ അബോഷൻ ചെയ്തു എല്ലാ കാര്യങ്ങളും ഒന്ന് വന്നിട്ട് ദയവ് ചെയ്തിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് പൈസ ഞാൻ തരാം. എന്റെ വീടിന്റെ ആധാരം വിറ്റ് ഞാൻ തരാം. എനിക്ക് വേണമെങ്കിൽ തരും. കാരണം എനിക്ക് നാളെ ഇവിടെ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ടാ ഓൾറെഡി ഉള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്നുണ്ട്. എടാ ദയവ് ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഒരാളും വിശ്വസിക്കലടാ. 6 മാസം എന്നിട്ട് 1 ഉറുപ്പിക്ക് തന്നില്ല. എന്നിട്ട് പറഞ്ഞാൽ ജാസിക്ക് പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ എത്ര പ്രൊമോഷൻ ചെയ്ത് എന്റെ പേജിൽ കയറി ഒക്കെ കാണാൻ പറ്റുമല്ലോ. അത്രയും പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുള്ളൂ.
അതിനൊക്കെ ഓരോ മാസം എത്ര പൈസ ഒരു അരിക്കണം വെച്ച് നോക്കിയാൽ തന്നെ ഒരു മാസം 10,000 രൂപയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ബാക്കി എവിടെയെങ്കിലും പോയി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താലും വേറെ ചെറിയ പൈസ പരിപാടി കാര്യങ്ങളെല്ലാം കിട്ടും. എടാ എന്നിട്ട് എന്തിനാണ് നിന്നെ ഭീഷണി നിന്റെ നേരെ നോക്കിയിട്ടൊന്ന് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ആൾക്കാരല്ല നമ്മൾ. നീ പറയുന്ന എല്ലാ കാര്യവും ഈ ഷമീറിന് കള്ള് കൊടുത്തിട്ട് നീ അവിടുന്ന് എന്തെല്ലാം ഡാൻസ് കളിപ്പിച്ച് നാളെ എന്തായാലും നീ ഒരു വീഡിയോ ഇടും. ഏത് വീഡിയോ ആയിരിക്കും അറിയാം. എൻ്റെ മനപ്പൂർവ്വം എനിക്ക് മനസ്സ് തോന്നുന്നു ഷമീറിന് നീ കള്ള് കൊടുത്തിട്ട് പറഞ്ഞത് ഡാഡാ ഡാൻസ് കളിക്കടാ, എന്നിട്ട് അത് കണ്ടിട്ട് നീ ഇങ്ങനെ ആക്കിയ കാര്യം, എന്നിട്ട് സ്റ്റെപ്പുമ്പോൾ കയറി പോകുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ നീ നാളെ ഇടും. ഇതെല്ലാം എനിക്കറിയാടാ. പക്ഷെ നിനക്ക് തെറ്റിപ്പോയ കാര്യം എൻ്റെ ഇതിലടാ. നീ അതെ എടാ നിനക്ക് തെറ്റിപ്പോയ ജാസിൻ്റെതില്ല. ഇനി നീ എന്നെ പറ്റി പറയുന്ന ഏറ്റവും എക്സ്ട്രീം കാര്യം എന്താണെന്ന് അറിയടാ, ജാസി പ്രൊമോഷൻ ചെയ്ത ആൾക്കാരിന്ന് പറ്റിച്ച്. ഗൈസ് ഒരു കാര്യം മനസ്സിലായിക്കോ എടാ. പിന്നെ ബെറ്റിങ്ങിന്റെ ഏജൻസിന്റെ ആൾക്കാരുടെ ഞാൻ പറയുന്നത്, നിയാദ് 1.5 കോടി എത്ര പറഞ്ഞത് എന്തൊരു ബാറ്ററി എന്തൊരു ബെറ്റിങ്ങിന്റെ ആളുണ്ട്, അതിന്റെ ഏജൻസിന്റെ ആൾക്കാർ ദയവ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, എൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ വെളിപ്പെടുത്തിക്കോളൂ. എടാ നിങ്ങളെ പറ്റിക്കേണ്ടിട്ടില്ലടാ. ബെറ്റിങ്ങിന്റെ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് 1 കോടി 1.5 കോടി എത്ര പ്രോപ്പറായിട്ട് എനിക്കറിയില്ല, ഇതൊന്നും നമ്മോട് വിട്ട് പറയില്ല. ഈ കാര്യം പറയേണ്ടിയിട്ട് പൈസ മേടിച്ചടാ എന്നിട്ട് പറയുന്നത് എന്താ അറിയോ, കേരള ഗവൺമെന്റിന്റെ എന്തോ ഉണ്ട് അതിനെ കൊണ്ട് ഇപ്പം ഇടാൻ പറ്റില്ല, ഇപ്പം ഡിലേ ആക്കി വെക്കുന്ന എത്രയോ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആ ബെറ്റിങ്ങിന്റെ ടീമെ എനിക്ക് മെസ്സേജ് അയക്ക്. പിന്നെ ഇതുപോലെ തന്നെ എത്രയോ ബെറ്റിങ്ങിന്റെ ടീമുകൾ ഉണ്ടാവും, എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്ക്. ഞാൻ അതിന് പ്രൂഫ് അയച്ചാൽ എന്തെങ്കിലും പൈസ ചില്ലറ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ തരാം. പിന്നെ ഇവൻ വയറ്റിനുണ്ടാക്കി കൊടുത്ത ആൾക്കാർ അവരും ദൈവത്തിൽ എന്തെങ്കിലും സാധനം അയച്ചാൽ പിന്നെ കേട്ടല്ലോ. ബെറ്റിങ്ങുകാരെന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവന്മാരാ, അവന്മാരെ പറ്റിച്ച് ജീവിക്കുന്നവരാണ് തൊപ്പി. അവന്മാരുടെ ഇത് പ്രൊമോഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ചിട്ട് ചെയ്തു കൊടുക്കത്തില്ല. ഇത് ഇവനെ അറിയാവുന്ന വേറെ ചില ആൾക്കാർ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ബെറ്റിങ്ങുകാരുടെ ഇത് പൈസ മേടിച്ചിട്ട് ഇവൻ അവന്മാരെ പറ്റിച്ചു വിട്ടത്. പറ്റിച്ച് ജീവിക്കുന്നവന്മാരെ പറ്റിക്കുന്നോടാ. അതുപോലെ തന്നെ ഈ ഗർഭം കലക്കി ഇതും കുറെ കേട്ടിട്ടുണ്ട്. ഇവൻ മെയിൻ ഗർഭം കലക്കിയാണെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ അൾട്രാ പ്രോമാക്സ് വെർഷൻ ആണെന്ന് തോന്നുന്നു നമ്മുടെ തൊപ്പിക്കുട്ടൻ. ഈ ഗ്ലാസ് ഒന്ന് നോക്കിയേ എടാ, ഈ ഗ്ലാസ് ഒന്ന് നോക്കേ. ലൂയി വിട്ടൻ, അതായത് ലൂയി വിട്ടനാന്ന് തോന്നുന്നു അതിന്റെ ഒരു കോപ്പി. എടാ നിനക്ക് കോടികളും BMW ഉണ്ട് എന്നല്ല പറയുന്ന ആളല്ലടാ നീ. എന്തിനാടാ നിനക്ക് എന്റെ ഗ്ലാസ് എനിക്ക് പ്രൊമോഷന് വന്ന സാധനം കട്ട് കൊണ്ടോണ്ട ആവശ്യമോ? എന്താ ബ്ലിങ്കിറ്റിൽ പോയിട്ട് എല്ലാ മാസവും പോലും 4,000 എടുക്കും പോലും. നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ഡ്രസ്സ് എടുക്കുക, ഞാൻ മാത്രം എടുക്കുക, നിങ്ങൾ നോക്കിയാൽ മതി. വീഡിയോക്കും കണ്ടന്റിനും വേണ്ടിയിട്ട് മാത്രം നമുക്ക് അവിടുന്ന് ഒരു ട്രൗസറോ ഡ്രസ്സോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് പറയുന്നതല്ലടാ നീ. എന്തിനാടാ എന്റെ ഗ്ലാസ് കട്ടുണ്ടോയാ നീ? അതെ എന്തിനാ എന്റെ ഗ്ലാസ് കട്ടുണ്ടോ? ഇത് ഈ സാധനം ഈ വാച്ചും ഈ ഗ്ലാസ്സുമാണ് എനിക്ക് പ്രൊമോഷൻ വന്നത്. ഇത് കുറേയായി വന്നിട്ട് എൻ്റെ അലമാരിയിൽ ഉണ്ടായ സാധനം ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ ഈ സാധനം കാണുന്നില്ല. ഞാൻ അവിടെ എല്ലാവരും ചോദിച്ച്, കാരണം അവർ ഞാൻ പൈസ മേടിച്ചതാ. ഇതാണ് ഇന്നലെ ഇക്ക മെസ്സേജ് റാംബോ കാണിച്ചു കൊടുത്തിന് ലൈവിൽ. ഇതൊന്നും ഇത് പറയാൻ എനിക്ക് കാണിക്കൂല, എല്ലാം നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടോ. റാംബോ കാണിച്ചു കൊടുക്കില്ല, ജാസി പറ്റിച്ച് കുറേയായി പ്രൊമോഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അയാള് ഇത് റാംബോ ഒരിക്കൽ സ്റ്റോറിയിൽ എന്തോ ഭാഗ്യം അന്ന് എനിക്ക് സ്ക്രീൻഷോട്ട്. തൊപ്പി കള്ളനുമായിരിക്കുകയാണ് ഇവന്റെ കണ്ണാടികളുടെ കള്ളൻ തൊപ്പി. തൊപ്പിയുടെ ഈ പൂത്ത പൈസ ഉണ്ട്, അത് വേറെ കാര്യം. അവൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിന്റെ ആവശ്യമുണ്ടോടാ? കാണുന്നുണ്ടാവില്ല അവിടെ വാഷിംഗ് മെഷീനിൽ അണ്ടർവെയർ. ഇനിയിപ്പോ ഇതല്ല എല്ലാം കൂടി എനിക്ക് ഈ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ്. രാവിലെ തന്നെ വന്നത് രാവിലെ തന്നെ ഓനും ഓന്റെ ഗേൾഫ്രണ്ടും അടി ഉണ്ടാക്കിയിട്ട് അടിച്ചു പൊളിച്ചു പോയിട്ട് എന്നോട് പറയാം, ഡാ ജാസി ഞാൻ ചോദിച്ചെന്ത് ഇവിടെ ഒന്ന് മൊത്തം വൃത്തിയാക്കട്ടെ, ഞാൻ ഇപ്പൊ പുറത്തു പോയി വരുമ്പോ വൃത്തിയാക്കുന്നു. ഇവന്റെ ഗേൾഫ്രണ്ട് കൂടെ കിടന്നിട്ട് അടി ഉണ്ടാക്കിയതാ. മറ്റേ ഇവിടുത്തെ സാധനം മൊത്തം പൊട്ടിച്ചു വെച്ചു എല്ലാം. എന്റെ റൂമ് അടിച്ച് പൊളിച്ച് നാശാക്കി ഇത് എന്താ പറയാ മൊത്തം വൃത്തിയാക്കി വെക്കുന്നു. പിന്നെ ഇതേതാ ബാസ്കറ്റ് കൊട്ടയിലാണ് പോലും നീ ഷഡ്ഡി കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നടാ. നിന്റെ ഷഡ്ഡിക്ക് എത്ര പ്രാവശ്യം കൈ കൊണ്ട് എടുത്തിട്ടുണ്ടാ? അതിന്റെ ഒരു ഉളുപ്പുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറയാൻ നിനക്ക് എന്താടാ മടി? ഇന്നേ വരെ ഞാൻ നിന്റെ മുഖത്തോക്കി പറഞ്ഞു, നീ എന്താ പറഞ്ഞ എന്റെ കണ്ണിൽ നോക്കാൻ ധൈര്യപ്പെടില്ല. നിന്റെ കണ്ണിൽ തന്നെടാ നോക്കുന്നത്. ഇത് എന്ന് നീ കാണുന്നുണ്ടോ അന്ന് ഞാൻ നിന്റെ കണ്ണിൽ നോക്കുന്നത്. എന്താടാ നീ എന്താ മറ്റേതാന്ന് വിചാരിച്ചടാ? കാണട്ടെ എല്ലാരും. ഇതാ മമ്മു ഞാനും, ഞമ്മക്കാണ് ഇതിന്റെ ഡ്യൂട്ടി ഉണ്ടാവുക. മമ്മു ഞാനും എന്തേ ഇവരെന്ത് ഷഡ്ഡി മാത്രമേ ഇടത്തുള്ളൂ? അതുമ്പോ ഷഡ്ഡി മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഇവന്റെ തുണി അലക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മൂന് കുഴപ്പമില്ല, അമ്മൂന് പൈസ കൊടുത്താലും അമ്മു അതും ചെയ്യാൻ റെഡിയാണെന്ന് അമ്മു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ഇവന്മാര് തൊപ്പിയുടെ ഒരു വോയിസ് വെക്കുന്നുണ്ട്. കാറിൽ പോകുന്ന സമയത്ത് പുറത്താരണ്ടെ കണ്ടിട്ട് അവരെ പാവങ്ങളെ പൂശാൻ വേണം എന്ന് തൊപ്പി പറയുന്ന ഒരു വോയിസ് വെക്കുന്നുണ്ട്. അതൊന്നും അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. പിന്നെ ഈ ലൈവ് നടക്കുന്ന സമയത്ത് തന്നെ കുറെ പെണ്ണുങ്ങൾ തൊപ്പി യൂസ് ചെയ്ത് വിട്ടിട്ടുള്ള ടീംസ് ഇവന്മാർക്ക് മെസ്സേജ് അയക്കുന്നത് കാണിക്കും.
കാണിക്കുന്നുണ്ട്. ഓൻ പണ്ണീറ്റ് എത്ര ആളെ ഗർഭം കലക്കിയിട്ടുണ്ടാവും, എത്ര പെമ്പിള്ളേരെ ഗർഭം കലക്കിയിട്ടുണ്ട്. പൈസന്റെ എന്റെ എന്താ അതിനും തെളിവില്ല, വിശ്വസിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. എന്താ പറഞ്ഞറിയോ ആ ചാകം കിടക്കുന്ന തള്ളക്ക് ഞാൻ എന്തിനാ പൈസ കൊടുക്കുന്നത്? ഉമ്മ സത്യം, എന്റെ പെറ്റുമ്മ സത്യം, ഞാൻ കേട്ടതാണ്. അച്ചായ പൊന്നച്ചായ, നിങ്ങൾ പോയത് നന്നായി, ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങൾ പോയത് നന്നായി. നിങ്ങളെ അതായത് അമ്മ വിട്ടുപോയി എല്ലാവർക്കും അറിയാം. ആ അമ്മേനെ പോലും പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത്, അതായത് അച്ചായന്റെ അമ്മച്ചി ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ആസ്റ്റർ ഞാൻ എന്തും ചെയ്യും, പക്ഷെ ഈ ഉമ്മ മാറിയും പ്രായത്തിനനുസരിച്ചല്ല നമ്മള് കുറച്ച് ബഹുമാനിക്കുന്നുണ്ട് ബ്രോ. അതുണ്ട് നമുക്കുണ്ട്, ഓനിക്കില്ലെങ്കിലും നമുക്കുണ്ട്. ഓൻ പറയാ പിന്നെ കിടക്കുന്ന തള്ളക്ക് എന്തിനാ ഞാൻ പൈസ ചെലവാക്കുന്നത് പറഞ്ഞിട്ട് പുതിയ സ്ക്രിപ്റ്റ് ഇറക്കിയ നാറിയാണ്. എന്നിട്ട് പറയാ അമ്മ അതിനെ കുറിച്ച് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റെങ്കിൽ തെളിയിക്കടാ. കള്ളത്തരം പറയുന്നത് എല്ലാം ഒന്നിനൊന്നിന് വെച്ച് ക്രിപ്റ്റോ കഥ, അച്ചായന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് പൈസ കൊടുക്കാത്തത്, എല്ലാം ഉടായിപ്പ്. ക്രിപ്റ്റോ അത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായതാണ് ഇവൻ ക്രിപ്റ്റോയിൽ എന്റെ പൈസ മൊത്തം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു അത് പോയെന്നും പറഞ്ഞാൽ വന്നതാണല്ലോ. അത് ഉടായിപ്പാണ്. ആ സമയത്ത് അച്ചായന്റെ ഈ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത്. അത് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളപ്പം അച്ചായൻ എന്താണെങ്കിലും ചാരിറ്റി കിട്ടത്തില്ല. കാര്യം ഇവൻ ഇത്ര പൈസ ഉള്ളവനല്ലയോ, ഇവന്മാർക്ക് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ആളുകൾ പൈസ കൊടുക്കാതിരിക്കും. അതുകൊണ്ടായിരിക്കണം അന്ന് അങ്ങനെ ഒരു കഥയായിട്ട് വന്നത്. ഇവന്മാരുടെ റിയൽ ലൈഫ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമല്ലോ, വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഈവൻ ആക്സിഡന്റ് വരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ വരെ ഇവന്മാരെ സ്ക്രിപ്റ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. മനസ്സിലായോ? അത് വരെ സ്ക്രിപ്റ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. എല്ലാം സ്ക്രിപ്റ്റാണ്, എല്ലാം, ഈച്ച് ആൻഡ് എവറിത്തിങ്. ഗീവ് അവേ സ്ക്രിപ്റ്റ്, ചാരിറ്റി സ്ക്രിപ്റ്റ്, റിലേഷൻഷിപ്പ് സ്ക്രിപ്റ്റ്. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് സ്ക്രിപ്റ്റ് ആണെന്ന് അറിയത്തില്ല, ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാന് ഇവൻ ഡെയിലി ഓരോരോ പൊമ്പിളറാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും, എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം, കാരണം പെണ്ണ് വരുന്നതാണ്, പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ, നീ ഉള്ളിൽ തന്നെ ഇരിക്കണം, പിന്നെ ഈ ഓളെ ഇന്നെ കണ്ട ഭയങ്കര ഇതാവും, എല്ലാം തന്നെ ഇപ്പൊ ക്യൂൻസേന് സെറ്റാക്കിട്ട് തന്നെ ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്യൂൻസേ പോയിച്ച സെറ്റാക്കല്, ഞാൻ കൊച്ചിയിൽ ഇങ്ങനെല്ലാം പറയുമ്പോൾ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ നിന്നുണ്ടല്ല മൊത്തം പൊമ്പിളറും കള്ളും. എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ആ കേസിൽ കൊടുക്കുന്നത്. പ്രൂഫ് മുത്തേ ഇതിന് പ്രൂഫില്ല, ഞാൻ ഉള്ള ഓർന്ന് പറയാം, ഇതിന് പ്രൂഫില്ല. ആ റൂമിലേക്ക് എന്നെ വിളിച്ച്, അതായത് ഇവര് ഇത് ചെയ്തോണ്ടിരിക്കല, ചെയ്ത് നിൽക്കുമ്പോ മമ്മൂന്ന് വിളിച്ച്, എടാ ഇങ്ങ് വാടാന്ന് പറഞ്ഞു. എന്നോട് പറയാ അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്, നീയാന്ന് പറഞ്ഞ അടിച്ചാ പിന്നെ അങ്ങ് സുൽത്താനാന്നോന്. എന്നോട് ഇവൻ പറയാം, നീയാന്ന് പറയാം, എടാ മമ്മു എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പെന്ന്, അതായത് ആ പെണ്ണിന്റെ മുമ്പെന്ന് എന്നോട് ഇവൻ പറയാ എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. അപ്പൊ ഇവളെന്താ വിചാരിക്ക, പോട്ട് നീ ഒന്ന് ഇതാക്കി തരാൻ, ഒന്ന് നീ ബ്ലോജ് ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത്രയും ആണ് ഈ. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ അതിൽത്തുനിന്ന് ആരാ കുണ്ടൻ? നമ്മളാണോ അതോ ഓനാണോ? എടാ ബൈസെക്ഷൽ എന്താ കുണ്ടൻ ഗ്യാങ്, തൊപ്പി ബൈസെക്ഷൽ ആണെന്നാണ് പലരും പറയുന്നത്. ബൈസെക്ഷൽ എന്ന് പറയുന്നത് വലിയൊരു അപരാധമൊന്നുമല്ല, പക്ഷെ ചെങ്ങായിയാണ്, സഹോദരനാണ്, മക്കളെ കൊണ്ടൊക്കെ ഇവരുടെ നാട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഗൈസ്. അപ്പൊ അതാണ്, മനസ്സിലായോ? ഇമാതിരി ഡാർക്കസ്റ്റ് ഓഫ് ദ ഡാർക്കസ്റ്റ് സാധനങ്ങളാണ്. ഇത്രയും വൃത്തികെട്ട നാറികൾ ഈ യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയും കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ സ്വഭാവ വൈകൃതങ്ങൾ അത്രയുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും അത്രയും വൈകൃതമായിട്ടുള്ള സ്വഭാവമാണ്, വൃത്തികേടാണ്. നേരത്തെ ആണെങ്കിൽ നമ്മൾ അമ്മയും പെങ്ങന്മാരെയും പോലും തിരിച്ചറിയാൻ പറ്റാത്തവന്മാർ എന്ന് നമ്മൾ പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവന്മാരുടെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ മാറ്റണം. അച്ഛനെയോ അനിയനെയോ അമ്മയോ പെങ്ങന്മാരെയോ പോലും തിരിച്ചറിയാൻ പറ്റാത്തവന്മാർ, അങ്ങനെ പറയണം, ആ രീതിയിൽ പറയണം. വഴി കൂടെ പട്ടി പോയാൽ പോലും മേളിൽ കൂടെ പോകുന്ന കാക്കയ്ക്ക് വരെ ഭീഷണിയാണ്. കാക്കയൊക്കെ മേളിൽ കൂടെ വിരപ്പുറത്തൊക്കെ പോയാൽ ഷഡ്ഡിടൂടെ പോകേണ്ട അവസ്ഥയാണ്. അല്ലെ അതിനെയും നോക്കിയിട്ട് അവരാധിക്കും. ഈ വീഡിയോയിൽ ഇവന്മാർ പറയുന്നത് ഇപ്പോൾ ഒരു 60% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 40% കൂടി ഇവന്മാരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അത് അവന്മാർ ഇനി അവിടെ
അവിടെ നിന്ന് ഇനി ഏത് രീതിയിലാണ് അടി വരുന്നത് അതനുസരിച്ചിട്ടേ ബാക്കിയുള്ള 40% ഇടത്തുള്ളൂ. ആ 40% എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഡാർക്കസ്റ്റ് ഇൻറ്റു 1000 ആവാനുള്ള സാധ്യതയാണ്. കാര്യം യവന്മാർ രണ്ടുപേരും കൂടെ ചെയ്ത് കൂട്ടിയിട്ടുള്ള അത്രയും വൃത്തികെട്ട പുഴുത്ത കാര്യങ്ങളായിരിക്കും അതിനകത്തുള്ളത്. ഇതിപ്പോ നമ്മൾ കേട്ടതൊന്നും ഒന്നുമല്ല അതിനേക്കാളും പുഴുത്ത് നാറിയ കഥകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. എന്താണെങ്കിലും ഇമാതിരി തീട്ടങ്ങൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വേറെ കാണൂല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നാറികളെ ഒന്നും വിളിച്ച് ഉദ്ഘാടനത്തിനും അങ്ങനെയൊക്കെ വിളിച്ച് വെറുതെ ആഘോഷിപ്പിക്കരുത്. വലിയ ആഘോഷമാണല്ലോ, 4 ഫോളോവേഴ്സ് കയറും, 4 ആൾക്കാർ ഫോളോ ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങ് ആഘോഷമാണ്. എല്ലാത്തിനെയും വിളിച്ചിട്ട് അങ്ങ് സ്വയം ഇവന്മാരെ സെലിബ്രിറ്റി ആക്കുകയാണ്. ആ അഹങ്കാരമാണ് ഇവന്മാരെ കൊണ്ട് ഈ രീതിയിലുള്ള വൃത്തികേടുകൾ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. പൈസയ്ക്ക് പൈസ, കള്ളിന് കള്ള്, പെണ്ണിന് പെണ്ണ്. ഇവന്മാരുടെയൊക്കെ മുമ്പിൽ പോയി കിടന്നു കൊടുക്കാൻ വരെ തുനിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളുണ്ട്. ഇപ്പൊ ഈ തൊപ്പി കുറെ പെണ്ണു പിടിച്ച് ഗർഭിണിയാക്കിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തൊപ്പി ഞാൻ പറയത്തില്ല, ഈ പോയി കിടന്നു കൊടുത്തോളുമാർക്ക് ബോധമില്ലേ? അവളുമാര് അന്നേരം ഏത് തരക്കാരായിരിക്കും? അവളുമാർക്ക് ഇത് മതിയായിരുന്നോ? ഇവനെ പോലുള്ള ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഞാനാകാനെന്നും പറഞ്ഞിട്ട് ചെന്ന് കയറി കൊടുത്തതല്ലേ? ഇപ്പൊ ലക്ഷദ്വീപിലെ 2 പിള്ളേരുടെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് 2 ദിവസം കൊണ്ട് സെറ്റായിരുന്നു. 2 ദിവസം കൊണ്ട് സെറ്റ് ആവണമെങ്കിൽ അന്നേരം അവളുമാർ ഏത് തരത്തിലുള്ളവന്മാരായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ ലല്ലുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവൻ ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടേക്കുന്ന ഒരു പെണ്ണുമായിട്ട് കൈ പിടിച്ചിട്ടുള്ള ഏതാണോ പുതിയ സെറ്റായി. ഇവിടെ ഒരു സിമ്മും അത്രയും ജെന്യുവിനായിട്ട് നടന്നിട്ട് പോലും പെണ്ണ് കിട്ടാതെ നടക്കുന്ന ആണുങ്ങൾ. പക്ഷെ കണ്ടടം നിരങ്ങി ഇതുപോലെ പിഴപ്പേട് കാണിച്ച് നടക്കുന്ന അവന്മാർക്ക് സുലഭമായിട്ട് പെണ്ണ് ലഭിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വന്ന് കയറുന്ന അവളുമാരും അതേ മെന്റാലിറ്റിയാ. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഈ പെണ്ണ് കേസിൽ ഇവന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അറിഞ്ഞുകൊണ്ടാണ് ഈ വന്ന് വരുന്നവർക്കും ഇത് തന്നെയാണ് വേണ്ടത്. പിടികിട്ടിയോ? രണ്ടുപേരും ഇഷ്ടപ്രകാരം പ്ലക്കൾ നടക്കുന്നു. അതിന് പിന്നെ എന്ത് നമ്മളെന്ത് പറയാൻ? ഇനി എന്തെങ്കിലും ഒതുക്കി തീർത്തത്, എന്തെങ്കിലും എക്സ്ട്രീം കേസസ് ഒക്കെ വന്നിട്ട് ഒതുക്കി തീർത്തത് അതൊക്കെ ഇനി ചിലപ്പോൾ പൊങ്ങി വരുമായിരിക്കും. മനസ്സിലായ? എന്താണെങ്കിലും ഇതാണ് ഈ ഒരു നാറിയ യൂണിവേഴ്സിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ കൂടുതൽ ഒന്നും പറയാനില്ല. അപ്പം ശരി, ഇതിൻ്റെ കൂടെ വേറെ പാരലൽ യൂണിവേഴ്സ് വേറെ പോകുന്നുണ്ട്, സജിന ഫിറോസിൻ്റെ. അത് ഇതിനേക്കാളും നാറിയ കഥകളാണ്. എന്തുവാണ് ഇവിടെ നടക്കുന്നത്? അപ്പം ശരി, ബൈ.